ഡിബേറ്റ് വിത്ത് മാധു സജി. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് വിധിയെഴുതി. സംസ്ഥാനത്ത് UDF അനുകൂല തരംഗമെന്ന് മുഖ്യമന്ത്രി ചർച്ച തുടങ്ങി. എന്തിനാ, മന്ത്രിസഭയിലെ പേരുകൾ വരെ ചർച്ചയായി തുടങ്ങി. റീലും ബുക്കും ഡോക്യുമെന്ററിയുമായി. പ്രതിപക്ഷ നേതാവാകാൻ ആരൊക്കെ ജയിക്കുമെന്ന് ചോദ്യങ്ങൾ തുടങ്ങി. ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി വന്ന എക്സിറ്റ് പോൾ ഫലം ആ തരംഗത്തിന്റെ കനം നേർത്തില്ലാതാക്കി കടുത്ത പോരാട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ആരും അത്ര സേഫ് അല്ലെന്ന്. മണ്ഡലത്തിൽ നിന്നിറങ്ങാത്ത സംസ്ഥാന നേതാക്കളെ കണ്ട തെരഞ്ഞെടുപ്പാണിത്. 1 ഡസൻ മന്ത്രിമാർ തോൽക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രവചിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് സേഫാണോ എന്ന് മുഖ്യമന്ത്രി ഒരിക്കൽ ചോദിക്കുകയും ചെയ്തിരുന്നു. അവർക്കറിയാം ആർക്ക് എന്തിനു കുത്തിയെന്ന്. ജനങ്ങൾക്ക് വൻമരങ്ങൾ കടപുഴകുമോ എന്നതാണ് ചോദ്യം. CPM-ൽ നിന്ന് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസിൽ നിന്ന് ശ്രീമതി ദീപ്തി മേരി വർഗീസ്, വലത് സഹയാത്രികൻ ശ്രീ AK അനുരാജ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജേക്കബ് ജോർജ് എന്നിവരാണ് നമ്മളോടൊപ്പം തത്സമയം ചേരുന്നത്. എല്ലാവർക്കും സ്വാഗതം. ശ്രീ KS അരുൺകുമാർ, മന്ത്രിമാരടക്കം മണ്ഡലങ്ങളിൽ ശക്തമായ പോരാട്ടം നേരിടുന്നു എന്നുള്ളതാണ് LDF-ന്റെ തന്നെ വിലയിരുത്തൽ. അത് ഘടകകക്ഷികളുടേതാണ് എന്നിരുന്നാൽ പോലും പ്രതിപക്ഷ നേതാവ് സ്വന്തം മണ്ഡലത്തിൽ സേഫാണോ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നത് കേട്ടു. വലിയ മരങ്ങൾ കടപുഴകുമോ? എത്ര സീറ്റിൽ ജയിക്കുമെന്നാണ് LDF കരുതുന്നത്? ഏതായാലും ഇനി 2 ദിവസം കാത്തിരുന്നാൽ മതിയല്ലോ. മികച്ച ഭൂരിപക്ഷത്തോടെ തന്നെ കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും ഭരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനനുസരിച്ചുള്ള വളരെ ചിട്ടയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടന്നത്. ഓരോ മണ്ഡലങ്ങളിലും നടന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനമെല്ലാം വിലയിരുത്തുമ്പോൾ മികച്ച ആകർഷകമായിട്ടുള്ള തുടർ ഭരണം മൂന്നാമത് തുടർച്ചയായിട്ട് കേരളം ഭരിക്കുവാനുള്ള ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷം കിട്ടുമെന്നും വ്യക്തതയോടെ തന്നെ ഭരണം തുടരുമെന്നും ഞങ്ങൾ ആദ്യഘട്ടത്തിൽ പുലർത്തിയ ആത്മവിശ്വാസം അതേ രൂപത്തിൽ തന്നെ ഞങ്ങൾ തുടരുകയാണ്. എക്സിറ്റ് പോള് പുറത്തു വരുമ്പോഴെല്ലാം ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം പ്രവചിക്കുന്ന സാഹചര്യമില്ല. അവസാനം 1-2 ചാനൽ റിപ്പോർട്ടുകളിൽ മാത്രമാണ് നേരിയ ഭൂരിപക്ഷം സൂചിപ്പിക്കുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ധാരണ ഓരോ മണ്ഡലങ്ങളെ സംബന്ധിച്ചുകൊണ്ട് മികച്ച ഭൂരിപക്ഷത്തോടെ തന്നെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ ഏകദേശം 1% വോട്ടിന്റെ വ്യത്യാസത്തിൽ ഒരു 11 മണ്ഡലങ്ങളും 1.5% വോട്ടിന്റെ വ്യത്യാസത്തിൽ ഒരു 9 മണ്ഡലം, അങ്ങനെ ഒരു 20ഓളം മണ്ഡലങ്ങളിൽ വിധി പറഞ്ഞത് 3000 വോട്ടിൽ താഴെ വ്യത്യാസത്തിന് മാത്രമാണ്. അതിൽ വെറും 38 വോട്ടിന് വിജയിച്ച പെരിന്തൽമണ്ണ മുതൽ അങ്ങ് ഏകദേശം 3000 വോട്ടിന്റെ വ്യത്യാസത്തിലേക്ക് വന്ന പെരുമ്പാവൂർ വരെയുള്ള 20 മണ്ഡലങ്ങൾ എടുത്താൽ നമുക്കറിയാം ഇവിടെ ശക്തമായിട്ടുള്ള മത്സരം തന്നെ നടക്കുന്നുണ്ട്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ മന്ത്രിമാർ മത്സരിക്കുന്ന സ്ഥലത്ത്, അതുപോലെ തന്നെ വിവിധ മണ്ഡലങ്ങളിലെല്ലാം വളരെ ചിട്ടയായിട്ടുള്ള ആകർഷകമായിട്ടുള്ള ഒരു കരുത്തുറ്റ മത്സരം തന്നെയാണ്. അത് യാഥാർത്ഥ്യമെല്ലാം ഞങ്ങൾ പറഞ്ഞ കണക്കിൽ LDF ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പോ മണ്ഡലത്തിന്റെ കണക്കിന്റെ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. പാർട്ടി കൃത്യമായി വിലയിരുത്തി ബൂത്തുകളിൽ നിന്ന് വരുന്ന ഓരോ പോളിംഗിന് ശേഷം ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികൾ കൊടുക്കുന്ന കണക്കുകൾ പരിശോധിച്ച് അവ കണക്ക് കൂട്ടിയിട്ടാണ് ഓരോ മണ്ഡലത്തിന്റെയും വിജയസാധ്യത ഞങ്ങൾ മുകളിലേക്ക് കൊടുക്കുകയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുകയും ചെയ്തത്. സംസ്ഥാന സെക്രട്ടറി അത് കൃത്യമായി വിലയിരുത്തിയിട്ട് തന്നെയാണ് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം കിട്ടും എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനൊരു മാറ്റവും വന്നിട്ടില്ല. അതിനുശേഷം വന്നിരിക്കുന്നത് ഈ എക്സിറ്റ് പോളാണ്. പക്ഷെ എക്സിറ്റ് പോളിന്റെ ഒരു ആധികാരികതയും അതിന്റെ പഠന വിധേയമാക്കിയ വിഷയങ്ങളും അതിൽ എത്ര പേരുടെ സാമ്പിൾ എടുത്തു എന്നതിനെ കുറിച്ചുമെല്ലാം സംശയങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് മെച്ചപ്പെട്ട വിജയത്തിന് വേണ്ടി തന്നെ. സാധാരണഗതിയിൽ ശരിയാണ്, ഈ താഴെ ഘടകങ്ങളിൽ നിന്ന് മുകളിലേക്ക് വരുന്ന കണക്കനുസരിച്ച് തന്നെയാണ് ഒരു ഇലക്ഷന് ശേഷം CPM ഒരു കണക്ക് പറയാറ്. പക്ഷെ ഇത്തവണ അങ്ങനെ തന്നെ സംഭവിച്ചോ? ഇത്തവണ യഥാർത്ഥത്തിൽ ഈ ജില്ലാ ഘടകങ്ങളിൽ നിന്ന് വന്ന കണക്കിൽ ഒരു 75 സീറ്റുകൾ എന്നുള്ളതായിരുന്നില്ലേ? അവിടെ നിന്ന് 90+ എന്ന കണക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് കൂട്ടിച്ചേർക്കപ്പെട്ടതായിരുന്നില്ലേ? ഒരിക്കലുമല്ല. അങ്ങനെ താഴെയിൽ നിന്ന് വരുന്ന കണക്ക് കൂട്ടിച്ചേർക്കുന്ന രീതിയൊന്നും CPM-നില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം ഉറച്ച വിജയം, 100% വിജയം കിട്ടുന്ന സീറ്റുകൾ, അതേപോലെ തന്നെ വിജയത്തിലേക്ക് എത്താവുന്ന സീറ്റുകൾ,
അതുപോലെ തന്നെ കടുത്ത മത്സരം നടക്കുന്ന സീറ്റുകൾ എന്ന രൂപത്തിൽ തന്നെയാണ് ഓരോ മണ്ഡലത്തെയും വിലയിരുത്തി മുന്നോട്ട് പോകുന്നത്. പക്ഷേ താഴെയിൽ നിന്നും കിട്ടുന്ന കണക്ക് അത് ആഫ്റ്റർ ഇലക്ഷന് ശേഷം കിട്ടുന്ന കണക്ക് എന്ന് പറഞ്ഞാൽ അത് പരമാവധി ആധികാരികമായിരിക്കും. കാരണം ഏറ്റവും ജനങ്ങളോട് അടുത്തു പ്രവർത്തിച്ച പ്രവർത്തകർ, ബൂത്ത് കമ്മിറ്റി അംഗങ്ങൾ കൂടിയിരുന്ന് പോളിംഗിന് ശേഷം കിട്ടുന്ന ഉറച്ച വോട്ടുകളിൽ പോലും ചിലത് ചിലപ്പോൾ ചെയ്യാൻ കഴിയില്ല, ആശുപത്രി കേസും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ ചെയ്ത ഉറച്ച വോട്ടുകളിൽ നിന്ന് എടുക്കുന്ന കണക്കാണ്. ആ കണക്കുകൾ പ്രകാരം ഞങ്ങൾ കേരളം തുടർച്ചയായിട്ട് മൂന്നാമത് ഭരിക്കും എന്ന് തന്നെയാണ്. അതിൽ സീറ്റുകളുടെ എണ്ണമെല്ലാം സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് തന്നെ വിലയിരുത്തി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അതുക്കും മേലെ പോകും, ഞങ്ങൾക്ക് ഒരു ദോഷം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശരി, ശ്രീമതി ദീപ്തി മേരി വർഗീസ്, എക്സിറ്റ് പോളുകൾ കോൺഗ്രസിന് നൽകുന്ന ആത്മവിശ്വാസം ചില്ലറയല്ല, UDFനും നൽകുന്ന ആത്മവിശ്വാസം ചില്ലറയല്ല. ഇപ്പോ പോൾ പേഴ്സന്റ് വെച്ച് മാത്രം വലിയ തോതിലുള്ള ചർച്ചകളും മുഖ്യമന്ത്രി ചർച്ചകളും ഒക്കെ നടന്ന ഒരു പാർട്ടിക്ക് അനുകൂലമായി തന്നെയാണ് മുഴുവൻ എക്സിറ്റ് പോളുകൾ ഇവിടെ പ്രവചിക്കപ്പെട്ടത്. ടുഡേ സ്റ്റാണയ്ക്ക് മാത്രമാണ് ഒരു തൂക്കുസഭയ്ക്കുള്ള സാധ്യതയോ നല്ല പെർഫോമൻസ് LDF കാഴ്ചവെക്കുകയാണെങ്കിൽ അവർക്ക് കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ പോകുമോ എന്ന് പറയുകയും ചെയ്തത്. ഈ എക്സിറ്റ് പോൾ ഫലം എന്ന് പറയുന്ന ആത്മവിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഇന്നിപ്പോൾ വലിയ തോതിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു. ദില്ലി കൂടിക്കാഴ്ചകളൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേന്ദ്രീകരിച്ച് നിൽക്കുന്നു തുടങ്ങിയ ചർച്ചകൾ ഉണ്ടാവുകയാണ്. ഈ അവസാന നിമിഷത്തെ കോൺഫിഡൻസ് നിങ്ങൾക്ക് എത്ര സീറ്റുകളുടേതാണ്? ഈ കോൺഫിഡൻസിൻ്റെ കാര്യത്തിൽ UDFനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞങ്ങൾ വലിയ കോൺഫിഡൻസിലാണ്. ആ കോൺഫിഡൻസാണ് UDFൻ്റെ നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവാണെങ്കിലും മറ്റ് നേതാക്കന്മാരാണെങ്കിലും ഒക്കെ പ്രകടിപ്പിച്ചത്, ഘടകകക്ഷികളുടെ നേതാക്കന്മാരാണെങ്കിലും ഒക്കെ പ്രകടിപ്പിച്ചത്. ആദ്യഘട്ടം മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത് ഈ പൂർണ്ണമായും ഇപ്രാവശ്യം വലിയ ഭൂരിപക്ഷം, ഞങ്ങൾ ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ടല്ലോ 100+ എന്നുള്ള സംഖ്യ പറയുന്നുണ്ടല്ലോ, 100+ എന്നുള്ള സംഖ്യ ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്. അപ്പോൾ ഇപ്പോൾ മാധു ചോദിച്ചതുപോലെ അത് എക്സിറ്റ് പോളിൻ്റെ ആത്മവിശ്വാസമല്ല, അത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണം എങ്ങനെയായിരുന്നു, അത് ജനങ്ങൾക്ക് അനുകൂലമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിലാഷങ്ങൾ മനസ്സിലാക്കി, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ അതിന് പരിഹാരം കണ്ടുകൊണ്ടുള്ള അത്തരത്തിലൊരു ഭരണമായിരുന്നില്ല. അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പോലും അഡ്രസ്സ് ചെയ്യാത്ത, അടിസ്ഥാന പ്രശ്നങ്ങളെ പോലും അഡ്രസ്സ് ചെയ്യാത്ത ഒരു ഗവൺമെൻറ് ആയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യരംഗം പാടെ തകർന്ന് തരിപ്പണമായി, സാമ്പത്തിക രംഗം പാടെ തകർന്ന് തരിപ്പണമായി. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളം മുഴുവൻ കഴിഞ്ഞ 10 വർഷക്കാലം ഒരു തരത്തിലുള്ള ശക്തമായ വികസന പ്രവർത്തനങ്ങൾ നടക്കാത്ത, അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾ മുഴുവൻ സമരത്തിലേക്ക് ഇറങ്ങുന്ന, ആശാ വർക്കേഴ്സ്, അംഗൻവാടി ടീച്ചേഴ്സ്, അത്തരത്തിലുള്ള മുഴുവൻ എല്ലാ തലത്തിലുള്ള ആളുകളും സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു സാഹചര്യമാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ ഇന്നിപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് IAS ഉദ്യോഗസ്ഥർ വരെ പറയുകയാണ് ഏത് തരത്തിലുള്ള ഭരണമായിരുന്നു ഇവിടെ നടന്നിരുന്നത് എന്നുള്ളത്. ഏറ്റവും വലിയ അഴിമതിയായിരുന്നു ഇവിടെ നടന്നിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ തന്നെ തകർക്കുന്ന, ഈ കേരളത്തെ ഭരണകൂടം തന്നെ തകർക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലമോ 10 വർഷക്കാലമോ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഭരിക്കുന്ന സർക്കാരിനെ ഏറ്റവും അധികം പിന്തുണയ്ക്കേണ്ട IAS ഉദ്യോഗസ്ഥർ തന്നെ പറയുകയാണ്, പുറത്തു വന്ന് പറയുകയാണ്. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനോടുള്ള ഗവൺമെൻറ്റിനെ എങ്ങനെയാണ് കണ്ടത് എന്നുള്ളത്, ഇതെല്ലാം UDFനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമായിരുന്നു. അത് എക്സിറ്റ് പോളിൻ്റെ അല്ല, കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ കാരണമാണ് എന്ന് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഏകപക്ഷീയമായിട്ടുള്ള, ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് നമ്മൾ കേരള ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഏകപക്ഷീയമായ, അല്ലെങ്കിൽ ഒരാളെയും ഗൗനിക്കാതെ, മന്ത്രിമാരെ പോലും ഗൗനിക്കാതെ, മന്ത്രിമാർക്ക് പോലും അഭിപ്രായം പറയാൻ കഴിയുന്നില്ല എന്നുള്ള പരാതി അവർ തന്നെയാണല്ലോ ഉന്നയിച്ചത്. ഇപ്പോൾ CPIയുടെ മന്ത്രിമാർ പലപ്പോഴും എന്തുകൊണ്ടാണ് പല പടലപ്പിണക്കങ്ങളും ഉണ്ടായിട്ടുള്ളത്? LDFനുള്ളിൽ എന്തുകൊണ്ടാണ് CPI പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞത്? പല വിഷയങ്ങളിലും CPIക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായില്ലേ? പക്ഷെ മറ്റ് മന്ത്രിമാർക്കോ അല്ലെങ്കിൽ CPIക്ക് പോലുമോ ഒരു പരിധി വിട്ട് വിമർശിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പൂർണ്ണമായും ഒരു ജനാധിപത്യ ധ്വംസനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ CPMന്റെ ഉള്ളിൽ, ഇപ്പൊ CPMന്റെ അനുഭാവികളാണെങ്കിലും, കോൺഗ്രസ് ഒരു പര്യായ പദം പോലെ എന്ന നിലയ്ക്ക് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ഒരു കാലം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ സമയത്ത് കടന്നുപോയതെന്ന് അങ്ങ് മറക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, കരുതുന്നില്ല. ഇപ്പോൾ IAS ഉദ്യോഗസ്ഥരുടെ ഈ പ്രഖ്യാപനങ്ങളൊക്കെ വന്നത് ഈ എക്സിറ്റ് പോൾ കഴിഞ്ഞിട്ടും കൂടിയാണ്. അത് തെരഞ്ഞെടുപ്പിനെ ഒരു മിനിറ്റ്, തെരഞ്ഞെടുപ്പിനെ തന്നെ സ്വാധീനിക്കുന്ന എന്തെങ്കിലും കാര്യമില്ല. അതിനുശേഷമാണല്ലോ B അശോകിന്റെ ഒക്കെ ഈ പറയുന്ന തുറന്നു പറച്ചിലും വെളിപ്പെടുത്തലും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായത്. അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ല. ഒന്ന്, ഇനി അങ്ങ് പറയുന്നത് പോലെ കോൺഗ്രസും UDFും ഒക്കെ പറയുന്നത് പോലെ ഒരു തരംഗം എന്ന നിലയ്ക്ക് പറയാൻ കഴിയുന്ന എക്സിറ്റ് പോൾ ഏതെങ്കിലും ഒന്നുണ്ടായിട്ടുണ്ടോ? നല്ല പെർഫോമൻസ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയും
LDF എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള എക്സിറ്റ് പോളുകൾ തന്നെയല്ലേ വന്നത്? അല്ല, അതായത് ഞാൻ ഈ IAS ഉദ്യോഗസ്ഥരുടെ കാര്യം പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു ഭരണമായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അത്തരത്തിലുള്ള ഒരു ഭരണമായിരുന്നു എന്ന് പ്രതിപക്ഷം പറഞ്ഞു. പൊതുജനങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങി. ആശാ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും സമരത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അതെല്ലാം ശരിയായിരുന്നു എന്ന് കാണിക്കുന്ന അഭിപ്രായ പ്രകടനമാണ് ഈ IAS ഉദ്യോഗസ്ഥർ നടത്തിയത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ എക്സിറ്റ് പോൾ ഞാൻ ചോദിച്ചോട്ടെ, എക്സിറ്റ് പോളിനെ സംബന്ധിച്ച് പലപ്പോഴും അത് തെറ്റുമാകാം ശരിയുമാകാം. അതിനെ ഒരു സൂചനയായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. എക്സിറ്റ് പോൾ എത്രയോ തവണ പൂർണ്ണമായും തെറ്റിയിരിക്കുന്നു. ഇപ്പോൾ വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ ഏറെ പിന്നിലാണ്, ശൈലജ ടീച്ചർ വിജയിക്കുമെന്ന് പറഞ്ഞ് എക്സിറ്റ് പോളുകൾ വന്നില്ലേ? ചില ചാനലുകളുടെ, മലയാളം ചാനലുകളുടെ തന്നെ എക്സിറ്റ് പോൾ വന്നിട്ടുണ്ടല്ലോ. താങ്കൾ മുൻപ് ജോലി ചെയ്തിരുന്ന മാതൃഭൂമി ചാനലിൻ്റെ അതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ എക്സിറ്റ് പോളുകളെ ആശ്രയിച്ചിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ കണ്ട നേർക്കാഴ്ചകൾ, പൊതുസമൂഹം ഉന്നയിച്ച പ്രശ്നങ്ങൾ, ജനങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ, ഇതെല്ലാം തീർച്ചയായിട്ടും ഈ പോളിങ്ങിനെ നമ്മുടെ വോട്ടിങ്ങിനെ ബാധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് UDFനെ സംബന്ധിച്ച് ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലായത്. എന്റെ എൻറ്റയർ കരിയറിൽ ഈ പറയുന്ന എക്സിറ്റ് പോളിനെ ഞാനൊരു നമ്പർ ഗെയിം എന്നതിനപ്പുറത്തേക്ക് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ അഭിപ്രായത്തോട് യോജിക്കുകയും ചെയ്യുന്നു. പക്ഷേ കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാക്കൾ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ളവരൊക്കെ ഞങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം അത് എക്സിറ്റ് പോളിൽ പ്രതിഫലിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ട്. അല്ല, അതിനൊരു കാരണമുണ്ട് മാധു. ഇപ്പോൾ എക്സിറ്റ് പോളിൽ UDFനാണ് വലിയ മേൽക്കൈ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു മേൽക്കൈ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസൃതമായിട്ടാണ് ഒരു പരിധി വരെയെങ്കിലും എക്സിറ്റ് പോൾ വന്നത് എന്നുള്ളതാണ് അവരൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ പക്ഷേ ഞങ്ങൾ അതിലും അപ്പുറമാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ പ്രതീക്ഷ 100+ എന്നുള്ള നമ്പറിലേക്ക് ഞങ്ങൾ എത്തുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്ക് അതിനെ ന്യായീകരിക്കുന്ന കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ശരി, ശ്രീമതി ദീപ്തി മേരി വർഗീസ്. ശ്രീ AK രാജ്, BJP എത്ര സീറ്റിൽ ജയിക്കുമെന്നാണ് ഈ അവസാന നിമിഷത്തെ പ്രതീക്ഷ? ഇല്ല, സീറ്റുകളുടെ എണ്ണമല്ല ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. സത്യത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഓരോരോ തെരഞ്ഞെടുപ്പ് എടുത്താൽ പല തെരഞ്ഞെടുപ്പുകളും എന്താ പറയുക, ചരിത്രപരമായ മൈൽ സ്റ്റോൺസ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പുകളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ്, അതായത് സാധാരണയുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കുന്ന തെരഞ്ഞെടുപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറുമെന്നാണ് ഈ എക്സിറ്റ് പോളുകളുടെ ഈ ഫലത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ എക്സിറ്റ് പോളുകൾ പരാജയപ്പെടുമെന്ന് വെച്ചാൽ എക്സിറ്റ് പോളുകൾ ശാസ്ത്രീയമായിട്ട് ഫലപ്രദമായിട്ട് ചെയ്താൽ പരാജയപ്പെടാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ പലപ്പോഴും അത് നടപ്പാക്കുന്നതിൽ വീഴ്ചകളുണ്ടാകാം, അതുകൊണ്ടുകൂടിയാവും പരാജയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ വോട്ട് പെട്ടിയിലാണ്, ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് വ്യക്തമാക്കുന്നത് രണ്ട് മുന്നണികൾക്കും, അതായത് UDFനും LDFനും വലിയ നേട്ടം പറയുന്നില്ല. അതപ്പോൾ LDF ജയിക്കുകയാണെങ്കിൽ ചെറിയ സീറ്റുകൾക്ക്, UDF ജയിക്കുകയാണെങ്കിൽ ചെറിയ സീറ്റുകൾക്ക് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ശതമാനം എടുത്ത് നോക്കിയാൽ പരമാവധി 40%, 35-നും 40% സീറ്റുകൾ ഈ മുന്നണിയിൽ കിട്ടുമെന്നാണ് വിചാരിക്കേണ്ടത്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ രണ്ട് മുന്നണികൾക്ക് 35% സീറ്റിലേക്ക് വരുമ്പോൾ 70 കഴിയുമ്പോൾ ബാക്കി 30% വോട്ടർ അല്ലെങ്കിൽ വോട്ടർമാർ അവരുടെ വലിയൊരു ഘടകമല്ലേ. ചാർ സൗ പാർ എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിൽഡ് ചെയ്ത് വെച്ചതിന്റെ പുറത്ത് ഒരുപാട് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. ഇവിടെ ഇപ്പൊ നോക്കൂ, 10 വർഷം ഭരിച്ച ഒരു സർക്കാർ സ്വാഭാവികമായും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്നത് ഈ എക്സിറ്റ് പോളുകളെ സ്വാധീനിച്ചിട്ടുണ്ടാകില്ലേ? അല്ല, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. എക്സിറ്റ് പോളുകൾ ശാസ്ത്രീയമായിട്ട് നടത്തിയാൽ, നമ്മളിപ്പോൾ നമ്മുടെ ബാർക്ക് അല്ലെങ്കിൽ പഴയ നമ്മുടെ ടാം എന്നൊക്കെ പറഞ്ഞതിനെ പറ്റിയൊക്കെ നമ്മൾ പറയാറുണ്ട്, ഇത് ശാസ്ത്രീയമാണോ എന്ന്. അപ്പോൾ അതിനെപ്പറ്റി നിരീക്ഷിച്ചും പഠിച്ചും മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം അത് ഒരു ശാസ്ത്രീയമായ പഠനം തന്നെയാണ് എന്നാണ്. പക്ഷേ അതിൻ്റെ നടത്തിപ്പിൽ വീഴ്ചകളുണ്ടാകാം എന്ന് പറഞ്ഞതുപോലെ ഈ എക്സിറ്റ് പോളുകളുടെയും നടത്തിപ്പിൽ ചിലപ്പോൾ വീഴ്ച ഉണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ട് അതിൻ്റെ സാമ്പിൾ കളക്ഷനിലായാൽ, അതിനെ പഠിക്കുന്നതിലായാൽ, ആ സാമ്പിൾ കളക്ഷൻ എടുക്കുന്ന രീതിയിലായാൽ അതിലൊക്കെ ഉള്ള കുഴപ്പം കൊണ്ടും ഇതിന് വീഴ്ച സംഭവിക്കാം. പിന്നെ ഇതിനൊക്കെ അപ്പുറത്ത് ഇത് ജനങ്ങളുടേതാണ്. അപ്പോൾ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, എത്രത്തോളം സത്യസന്ധമായിട്ട് എക്സിറ്റ് പോളിൽ പ്രതികരിക്കുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം തന്നെ ബംഗാൾ തിരഞ്ഞെടുപ്പിൽ ശരിയായ രീതിയിലുള്ള പ്രതികരണം കിട്ടിയില്ല എന്ന് ഈ പറയുന്ന എക്സിറ്റ് പോൾ നടത്തുന്ന ഏജൻസികൾ തന്നെ പറഞ്ഞതായിട്ടൊക്കെ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. എക്സിറ്റ് പോൾ അല്ല, നമ്മുടെ ഈ ഇലക്ഷന് മുന്നേയുള്ള പോൾ പ്രഡിക്ഷനിൽ.
അതെ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയ സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് എൻ്റെ ഒരു നിലപാട് ഞാൻ മനസ്സിലാക്കിയതാണ്, വളരെ ശാസ്ത്രീയമായിട്ടും കൃത്യമായിട്ടും പഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എക്സിറ്റ് പോളുകളെ അല്ലെങ്കിൽ പ്രീ പോൾ പ്രഡിക്ഷനുകളെ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ എന്തായാലും നമുക്ക് ഇപ്പോൾ ഉള്ള ഈ പറഞ്ഞ കൂടുതൽ ഏജൻസികളൊക്കെ കൊണ്ടുവരുന്നു. അപ്പോൾ എല്ലാ ഏജൻസികളും കൊണ്ടുവരുന്നത് ഏതാണ്ട് സമാനമായ ഒരു പിക്ചറാണ്. അതായത് രണ്ട് മുന്നണിക്കും വലിയ ഒരു വിജയം പറയുന്നില്ല, അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായിട്ട് UDF വലിയ വിജയമെന്നോ, അല്ലെങ്കിൽ ഇടതുപക്ഷം അവകാശപ്പെടുന്നത് പോലെ ഭരണവിരുദ്ധ വികാരമില്ല, ഞങ്ങൾ 2 തവണ ഭരിച്ചില്ലേ അതുകൊണ്ട് 3ാമതും ഭരിക്കും എന്ന് പറയുന്നതോ ഒന്നും ഈ എക്സിറ്റ് പോൾ റിസൾട്ടിൽ പ്രതിഫലിക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നില്ല. കാരണം അവിടെ ഒരു മാറ്റം എന്ന് പറയുന്നത് അസാധ്യമാണ്. ഹരിപ്പാട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിക്കുന്നില്ല. പറവൂരും എന്തെങ്കിലും സംഭവിക്കും എന്ന് വിചാരിക്കുന്നില്ല. അങ്ങനെ കുറച്ചുമാണ് ഇപ്പോൾ ലീഗിന്റെ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പെർഫോമൻസ് ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നേ കരുതേണ്ടതുള്ളൂ. അതിനപ്പുറത്തേക്ക് അവിടെ ഒന്നും സംഭവിക്കാനില്ല. കേരള കോൺഗ്രസിന്റെ സീറ്റുകളിൽ ചർച്ചയുണ്ട്. അവിടെ ചിലപ്പോൾ അട്ടിമറികളോ മാറ്റങ്ങളോ ഒക്കെ വന്നേക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. അതിനപ്പുറത്തുള്ള മണ്ഡലങ്ങൾ ഇപ്പോൾ നോക്കൂ, പേരാവൂര് ഒരു മുന്നണിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്നതിൽ തർക്കമൊന്നുമില്ല. കളമശ്ശേരി ഉറപ്പൊന്നും പറയാനില്ല എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. തൃത്താല ഒരു ഉറപ്പും പറയാൻ കഴിയില്ല. അങ്ങനെ കേരള രാഷ്ട്രീയത്തിന്റെ വരുംകാല മുഖങ്ങൾ എന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന ആളുകൾക്കൊക്കെ വലിയ തോതിൽ തിരിച്ചടി നേരിടേണ്ടി വരുമോ, അല്ലെങ്കിൽ അവിടെ വലിയ മാറ്റം വരുമോ എന്നുള്ളതടക്കം ചർച്ചയാവുകയാണ്. ശരിയാണ് മധു, തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയം അങ്ങനെയാണ്. ഇന്ന് ജയിക്കുന്നവർ ചിലപ്പോൾ നാളെ ജയിക്കണം എന്നില്ല. അത് കേരളത്തിലൊരു പുത്തരിയൊന്നുമല്ല. പണ്ട് ഞാനൊക്കെ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ EMS ഒരു മണ്ഡലം വിട്ടിട്ട് എനിക്ക് തോന്നുന്നു തൃത്താലയിലേക്കോ പാലക്കാട്ടൊരു മണ്ഡലത്തിലേക്ക് മാറിയപ്പോൾ അതിന്റെ കാർട്ടൂണൊക്കെ വന്ന് ഓർമ്മയുണ്ട്. ചെറുപ്പത്തിലെ കണ്ടത് ഓർമ്മയാണ്. EMS പോലും മണ്ഡലം മാറിയിട്ടുണ്ട്, AKG പോലും മണ്ഡലം മാറിയിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. തോൽവി വരും, തോൽക്കും എന്ന് കരുതി മണ്ഡലം മാറും. വലിയ വലിയ രാഷ്ട്രീയക്കാർ തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഒരു തോൽവി കൊണ്ടൊന്നും നേതാക്കന്മാരല്ലാതായിട്ടുമില്ല. അവരൊക്കെ വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഗംഭൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരികയും ചെയ്യും. കളമശ്ശേരി ഈ പറഞ്ഞതുപോലെ ശരിയാണ്. പേരാവൂർ വളരെ നിർണായകമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. വളരെ ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമായിട്ട് മാറ്റാൻ കക്ഷികൾക്ക് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഏത് കക്ഷിയാണെന്ന് പറയുന്നില്ല. അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ കുറേ മണ്ഡലങ്ങളുണ്ട്, കുറേ അധികം മണ്ഡലങ്ങളുണ്ട്. അപ്പൊ ആരാണ് ജയിച്ചു വരുന്നത്? കുറച്ച് മണിക്കൂറുകൾ പോരായോ ഇനിയും നമുക്ക് ഈ കാര്യങ്ങൾ വ്യക്തമാക്കാൻ? പിന്നീട് ഈ എക്സിറ്റ് പോളിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ദീപ്തി മേരി വർഗീസ് പറഞ്ഞത് ഗവൺമെന്റ് തീരെ കൊള്ളത്തില്ല. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. ഗവൺമെന്റ് തീരെ കൊള്ളാത്ത ഗവൺമെന്റ് ആയിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. കേരളം രാഷ്ട്രീയം കണ്ടിട്ടുള്ള, കേരള സമൂഹം കണ്ടിട്ടുള്ള മികച്ച ഗവൺമെന്റുകളിൽ ഒന്ന് തന്നെയായിരുന്നു രണ്ടാമത്തെ പിണറായി സർക്കാർ. ഒന്നാം പിണറായി സർക്കാർ നല്ലത് ചെയ്തതുകൊണ്ടാണല്ലോ 99 സീറ്റുമായിട്ട് ഇടതുപക്ഷ മുന്നണിക്ക് പിണറായി ഗവൺമെന്റിന് വീണ്ടും വരാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ എക്സിറ്റ് പോളിൽ കാണുന്നത് ഒരു UDF തരംഗമാണെന്ന് തന്നെ ഞാൻ പറയാം. പക്ഷേ ആകെ കിട്ടുന്ന സീറ്റ് എത്രയാ? 75 മുതൽ 80 സീറ്റ് വരെയാണ് മിക്ക ഇതിലും കാണുന്ന ഒരു ഫലം കോൺഗ്രസിന് UDFന് കിട്ടുന്നത്. അത്രയും സീറ്റ് 80 സീറ്റൊക്കെ വരണമെങ്കിൽ തന്നെ 30-35 സീറ്റുകളുടെ വ്യത്യാസം കടന്നു വരണം. 140 മണ്ഡലങ്ങളിൽ UDF ഒരു 30-35-40 സീറ്റുകളെങ്കിലും അധികം പിടിച്ചെങ്കിൽ മാത്രമേ, ഉള്ള സീറ്റ് നിലനിർത്തി കഴിഞ്ഞിട്ട് പിടിച്ചെങ്കിൽ മാത്രമേ അവർക്കൊരു 75-80 സീറ്റിലേക്ക് എത്താൻ കഴിയൂ എന്ന് ഓർക്കണം. അവിടെ ഒരു തരംഗം ഉണ്ടാവണം, അല്ലെങ്കിൽ അവർക്ക് വരാൻ പറ്റത്തില്ല. അതാണ് എന്റെ സത്യം. അതേസമയം ബാദു പറഞ്ഞല്ലോ 75 സീറ്റൊക്കെയാണ് LDF അവരുടെ തന്നെ കണക്കനുസരിച്ച് പ്രതീക്ഷിക്കുന്നത്. അതിന് കാരണം കോൺഗ്രസിന്റെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ആ ജീവൻ മരണ പോരാട്ടം തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പാർട്ടി, ഒപ്പം മുസ്ലിം ലീഗുമുണ്ട്. അവർ ഒരു വലിയ കയറ്റം കയറിയിട്ടുണ്ട്.
അതത്ര കണ്ട് വരും എന്നാണ് നമുക്ക് 4-ാം തീയതി കാണാനുള്ളത്. ആ കയറ്റം ഇടതുപക്ഷ മുന്നണിയെ എത്ര കണ്ട് താഴേക്ക് കൊണ്ടുവരും എന്നുള്ളതൊരു വിഷയമാണ്. കേരളത്തിൽ എപ്പോഴും രണ്ട് മുന്നണികൾ തമ്മിൽ മത്സരിക്കുമ്പോൾ അതിഭയങ്കരമായ മത്സരം നടക്കുന്നു. അവിടെ ബി ജെ പിയുടെ പ്രതിനിധി പറയുന്നത് മൈൽ സ്റ്റോൺ. ഈ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് കേരള നിയമസഭയിലെ നിയമം എന്ന ഒറ്റ സീറ്റിൽ ഒതുങ്ങി നിൽക്കുകയാണ് ബി ജെ പിയുടെ മൈൽ സ്റ്റോൺ. അതോർക്കണം. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അവരുടെ പെർസെന്റേജ് നോക്കണം. കാരണം ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി അത് തന്നെയാണ്. രണ്ട് മുന്നണികളായിട്ട് രാഷ്ട്രീയം പിളർന്നു നിൽക്കുമ്പോൾ, രണ്ടായിട്ട് പിരിഞ്ഞു നിൽക്കുമ്പോൾ, ഏറ്റുമുട്ടുമ്പോൾ ബി ജെ പിക്ക് ഇവിടെ ഒരു സ്പേസ് ഇല്ല. ഇതുവരെയും കണ്ടെത്താൻ കഴിയുന്ന സ്പേസ് ഇത്രമാത്രമൊക്കെ ഉള്ളൂ. അതിൻ്റെ അകത്ത് നിർണായകമായ ഒരു മാറ്റം വരുത്തണമെങ്കിൽ ഒരു 10-25 സീറ്റെങ്കിലും കിട്ടണം. ഒരു 10-25% വോട്ട് പെർസെന്റേജ് കിട്ടണം. അത് കിട്ടുമോ എന്നുള്ളതാണ് ബി ജെ പി നേരിടുന്ന ഒരു പ്രശ്നം, വെല്ലുവിളി. ഇന്നലെ ഇപ്പോൾ പുറത്തുവന്ന ടുഡേസ് ചാണക്യ ഏതാണ്ട് 11 സീറ്റുകളും 20% വോട്ടുമൊക്കെയാണ് പ്രവചിക്കുന്നത്. ടുഡേസ് ചാണക്യ പുറത്തു വന്നപ്പോൾ വലിയ ചർച്ചകൾ അതിനെക്കുറിച്ച് എല്ലാ പക്ഷത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു. 20% വോട്ടാണ് ബി ജെ പിക്ക് ടുഡേസ് ചാണക്യ പ്രവചിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ സ്വാഭാവികമായും കേരളത്തിലൊരു തൂക്കുസഭ എന്നുള്ള ചർച്ചകളൊക്കെ ഉയർന്നു വരികയും ചെയ്തു. അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ചർച്ചകളാണ് ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞതെങ്കിൽ ഇന്നിപ്പോൾ നോക്കൂ, അത്രമേൽ കോൺഫിഡൻസ് ആണ്. ആർക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പ്രാമുഖ്യം എന്ന നിലയ്ക്ക് ഘടകകക്ഷികൾ വരെ തീരുമാനമെടുക്കുന്ന ഒരു ക്യാബിനറ്റ് ചർച്ചകൾ വരെ യഥാർത്ഥത്തിൽ ചില മാധ്യമങ്ങൾ കൊടുക്കുന്നത് കണ്ട് അമ്പരക്കുന്നുമുണ്ടായിരുന്നു. അപ്പോൾ ആ നിലയ്ക്കുള്ള ചർച്ച നടത്താൻ ഒരു മുന്നണി തയ്യാറാകണമെങ്കിൽ അവർക്ക് കോൺഫിഡൻസ് ഇല്ലാതെ പറ്റുമോ? അല്ല, അവർക്ക് കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഇപ്പോ ഏപ്രിൽ മാസം 9-ാം തീയതി ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏപ്രിൽ മാസം 10-ാം തീയതി രാവിലെ പറവൂര് പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് 100-110 വരെ പറഞ്ഞല്ലോ. 5 ജില്ല, കാസർഗോഡ്, അതുപോലെ തന്നെ ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട അടക്കം പ്രധാനപ്പെട്ട ജില്ലകൾ, എറണാകുളം, പത്തനംതിട്ട, അതുപോലെ മലപ്പുറം അടക്കം 5 ജില്ലകളിൽ ഇടതുപക്ഷത്തിന് ഒറ്റ സീറ്റ് പോലും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് ആത്മവിശ്വാസത്തിന്റെ കൊടുമുടി കയറിയത് നമ്മൾ കണ്ടതാണ്. പിന്നെ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രി ആര് എന്നുള്ള തർക്കവും അതിന്റേതായിട്ടുള്ള അഡ്വർടൈസ്മെന്റും വീഡിയോയും പ്രചരണവും സോഷ്യൽ മീഡിയ പ്രചരണവും പരസ്യമായിട്ടുള്ള വാഗ്വാദങ്ങളെല്ലാം നമ്മൾ കണ്ടു. പക്ഷെ അവരുടെ കോൺഫിഡൻസ് കുറഞ്ഞു വരിക ചെയ്തത്. പിന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം എക്സിറ്റ് പോൾ വന്നപ്പോൾ ആ കോൺഫിഡൻസ് കുറച്ചുകൂടെ അവര് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഏതെങ്കിലും തരത്തിൽ ഭരണവിരുദ്ധ വികാരം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? ഇപ്പൊ മുഖ്യമന്ത്രി, ഒരു മന്ത്രിസഭയെ നയിക്കുന്ന മുഖ്യമന്ത്രി ആരാകണം എന്ന ചോദ്യത്തിന് എല്ലാ സർവേയിലും ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ശതമാനം കിട്ടിയിരിക്കുന്നതും സഖാവ് പിണറായി വിജയന് തന്നെയാണ്. മറ്റൊരു ചർച്ചയിൽ ബഹുമാനപ്പെട്ട ഒരു കോൺഗ്രസിന്റെ സഹപ്രവർത്തകൻ പ്രതിനിധി പറഞ്ഞത്, അല്ല ഞങ്ങളുടെ മുഴുവൻ ഡിവൈഡ് ചെയ്തു പോയത് കൊണ്ടല്ലേ എന്നതാണ്. ജനാധിപത്യത്തിൽ ഡിവൈഡ് ചെയ്തു പോയാൽ പോയി, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന ഒറ്റക്കക്ഷിയായിട്ട് വരുന്നവരാണല്ലോ. അപ്പൊ അത്തരത്തിലൊക്കെ കൂട്ടുമ്പോൾ എങ്ങനെയാണ് ഇവരുടെ ഈ കോൺഫിഡൻസിന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാകുന്നില്ല. ബഹുമാനപ്പെട്ട സുഹൃത്ത് ദീപ്തി മേരി വർഗീസും പറയുന്നത് IAS ഉദ്യോഗസ്ഥൻ വന്ന് പറയുന്നത് കണ്ടില്ലേ, ആശാ വർക്കേഴ്സിന്റെ സമരം കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ എത്ര തവണ ചർച്ച ചെയ്തത്? ഏതെങ്കിലും തരത്തിലൊരു അഴിമതി ആരോപണം കഴിഞ്ഞ 10 വർഷമായിട്ടുണ്ടോ? എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ അതാണോ? ഇപ്പോ ഏറ്റവും കൂടുതൽ ആരോപണം വന്നത് കടമാണ്, കേരളത്തിന് കടമാണ്. ഇപ്പൊ ഹിമാചൽ പ്രദേശ്, അതുപോലെ തന്നെ തെലങ്കാന, കർണാടക ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല, ജീവനക്കാർക്ക് ആനുകൂല്യങ്ങളില്ല. ആ പരസ്യമായിട്ട് വന്ന പൊതു വാർത്തകളെല്ലാം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ കണ്ടു. കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു പ്രതിസന്ധി ഉണ്ടോ? ഏത് മേഖലയിലാണ് ഭരണവിരുദ്ധ വികാരം എന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നുണ്ടോ? വലിയ തരംഗമാണ്, വലിയ വേവാണ് എന്നല്ലേ പറഞ്ഞത്. തരംഗമുണ്ടെങ്കിൽ അത് 90-100 കടന്നു പോകുമല്ലോ. ഇവിടെ നിരീക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ ഒരു 10-20 മണ്ഡലങ്ങൾ വിധി പറയുന്നത് 1000-1500 വോട്ടിനാണ്. അപ്പൊ അത്തരത്തിലൊരു കടുത്ത മത്സരം നടക്കുമ്പോൾ ഒരു പ്രിഡിക്ഷൻ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും മേഖലയിൽ വോട്ട് നഷ്ടപ്പെടുന്നു എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടായാൽ മറ്റു മേഖലയിൽ നിന്ന് ആ വോട്ട് ആർജിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ തന്ത്രപരമായിട്ടുള്ള ഇടപെടൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ എക്സിറ്റ് പോളൊന്നും ഞങ്ങളെ തളർത്തുന്നില്ല, തകർക്കുന്നില്ല. ഞങ്ങൾ നന്നായി തന്നെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു. ഇവർക്ക് ഇപ്പോ 2 ദിവസം കൂടി മുഖ്യമന്ത്രി ചർച്ച നടത്താം, മന്ത്രിമാർ ആരൊക്കെ വേണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അതൊരു നമ്പർ ഗെയിം എന്ന നിലയ്ക്ക് മാത്രം കാണുന്ന ഒരാളാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും എക്സിറ്റ് പോളുകൾ അപ്പാടെ UDF-നെയാണ് പിന്തുണയ്ക്കുന്നത് എന്നുള്ളത് കൊണ്ട് LDF-ന്റെ എല്ലാ നേതാക്കളും
നിരന്നു നിന്ന് അതിനെ തള്ളിപ്പറയുന്നത് കണ്ടു. പക്ഷെ അതിൽ ഒരു പോസിറ്റീവ് ഘടകം ഉണ്ടായപ്പോൾ അതിനെ എടുത്ത് എല്ലാ ചർച്ചകളിലും പറയുന്നതും കേൾക്കാം. അത് മുഖ്യമന്ത്രി ആരെ എന്ന ചോദ്യത്തിന് പിണറായി വിജയൻ എന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പോൾ ചെയ്തു എന്ന് പറയുന്നതിനെയാണ്. അതെങ്ങനെയാണ് നമുക്ക് അനുകൂലമായ ഒരു ഘടകത്തിനെ മാത്രം നമ്മൾ വളരെ പോസിറ്റീവായി എടുക്കുകയും നെഗറ്റീവായി വരുന്ന മുഴുവൻ ഘടകങ്ങളെയും തള്ളിപ്പറയും? ഒന്നുകിൽ ഞങ്ങൾ ഇതിനെ വിശ്വസിക്കുന്നില്ല എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ UDF അനുകൂലമായി പറയുന്ന വിധിയെ നിങ്ങൾ തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ പിണറായി വിജയനാണ് കേരളത്തിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രി പദത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണയ്ക്കുന്നത് എന്നതിനെയും തള്ളിപ്പറയണ്ടേ? ഇവിടെ ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. കഴിഞ്ഞ 10 വർഷമായി ഏറ്റവും മികച്ച രീതിയിൽ ഈ കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന സഖാവ് പിണറായി വിജയൻ, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആ മുന്നണിയെ അംഗീകരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ മുഖ്യമന്ത്രി കൊള്ളാം, ക്യാപ്റ്റൻ കൊള്ളാം, നല്ല ഭരണമാണ്, വേറെ ആക്ഷേപമൊന്നുമില്ല, ഭരണവിരുദ്ധ വികാരമില്ല. പക്ഷേ മുന്നണി പ്രശ്നമാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കുറവ് ചൂണ്ടിക്കാണിക്കണ്ടേ? ഏതെങ്കിലും സാമൂഹ്യക്ഷേമ മേഖലയിലെ ഇടപെടൽ, പശ്ചാത്തല വികസന രംഗത്തുള്ള കുറവുകൾ, അല്ലെങ്കിൽ പറഞ്ഞ വാക്കു പാലിക്കാതെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാത്തത്, വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മെല്ലെപ്പോക്ക്, എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കട്ടെ. കഴിഞ്ഞ 10 വർഷമായി ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നടപ്പാക്കി. 10 പ്രകടന പത്രിക 2 എണ്ണം കൊടുക്കുമ്പോൾ അതിൽ 10 പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി. ഓരോ വികസനത്തിന്റെ തോതും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. പോലെ അഴിമതിയോ കെടുകാര്യസ്ഥതയോ ഏതെങ്കിലും മേഖലയിൽ സംശയം വേണ്ടേ? അത് നോക്കൂ, 120 രൂപയിൽ നിന്ന് 500 രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച ഒരു സർക്കാരാണ്. പക്ഷേ അധികാരമാറ്റം ഉണ്ടാകുന്നുണ്ട് സംസ്ഥാനത്ത് എന്നത് പ്രധാനമാണല്ലോ. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളെ മാത്രം കണക്കിലെടുത്തുകൊണ്ടല്ല ജനം വോട്ട് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചത് LDFന്റെ മുഴുവൻ നേതാക്കളും അങ്ങും ഈ ചർച്ചയിൽ ഈ പറയുന്ന എക്സിറ്റ് പോളുകളെ തള്ളിപ്പറയുന്നുണ്ട്, അത് ആശ്രയിച്ചിരിക്കുന്ന സങ്കേതങ്ങളെ തള്ളിപ്പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. പക്ഷേ പിണറായി വിജയനെ എക്സിറ്റ് പോളുകൾ അനുകൂലിക്കുമ്പോൾ അങ്ങ് അതിനെ വളരെ പോസിറ്റീവായി എടുത്തു പറയുന്നു എന്നത് പ്രധാനമല്ലേ? അപ്പൊ നിങ്ങൾ അതിനെ വിശ്വസിക്കുന്നുണ്ട് പോസിറ്റീവ് ആവുകയാണെങ്കിൽ? അല്ല, അങ്ങേക്കറിയോ അവസാനത്തെ 4 എക്സിറ്റ് പോളുകൾ 2006, 2011, 2016, 2021 ഈ 4 എക്സിറ്റ് പോളുകളിലും LDFന് പ്രിഡിക്റ്റ് ചെയ്ത ശരാശരി സീറ്റിനേക്കാൾ 14 സീറ്റുകൾ കൂടുതൽ കിട്ടിയിരുന്നു LDFന്. താങ്കൾ സമയം കിട്ടുക കണക്കുകളൊന്ന് പരിശോധിക്കുക. എത്രയാണ് ഞങ്ങൾക്ക് പറഞ്ഞത്? എല്ലാ ചാനലുകളും പറഞ്ഞതിന്റെ, എല്ലാ മാധ്യമങ്ങളും പറഞ്ഞതിന്റെ ശരാശരി എടുത്ത് പരിശോധിച്ചാൽ അതിൽ നിന്ന് +14 ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ തവണയും 99 ആരും പറഞ്ഞില്ലല്ലോ, 84, 85 പറഞ്ഞത്. അതിൽ നിന്ന് ഞങ്ങൾക്ക് 14 കൂടുതൽ കിട്ടി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോളിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് അതിലും കൂടുതൽ കിട്ടിയ ചരിത്രമാണുള്ളത്. പക്ഷെ അങ്ങ് എന്നോട് ഈ ചർച്ച തുടങ്ങിയപ്പോൾ ചോദിച്ചു കൃത്യമായി കണക്ക് എത്ര കിട്ടും, എത്ര സീറ്റ് കിട്ടും. അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ സീറ്റിന്റെ എണ്ണത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ടോ, കൂടുതൽ കിട്ടുമോ ചോദിച്ചു. ഞാനൊരെണ്ണം പറഞ്ഞില്ലല്ലോ. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസവും ഞങ്ങൾ ജനങ്ങൾക്കിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസവും, ആ വിശ്വാസം കാരിരുമ്പിന്റെ കരുത്തുണ്ട്, നല്ല കരിങ്കൽ ഭിത്തി പോലെ തന്നെയാണ്. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഇത്തരത്തിൽ ഇവർ ഊട്ടി ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഊഹാപോഹങ്ങൾ, ആ ഊഹാപോഹങ്ങൾക്കൊന്നും ഈ 2 ദിവസം കൂടിയേ നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസിന് 2 ദിവസം കൂടി മുഖ്യമന്ത്രിയെ തീരുമാനിക്കാം, മന്ത്രിമാരെ തീരുമാനിക്കാം, മറ്റെല്ലാ ഭരണഘടനാ പൊസിഷനും ഇവർക്ക് പങ്കിട്ടെടുക്കാം. പക്ഷേ 4-ാം തീയതി കൃത്യം ഉച്ചയോടുകൂടി ഈ കേരളത്തിന്റെ ചിത്രം തെളിയും, ഭരണ തുടർച്ച ഉറപ്പുവരുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറും, ഒരു സംശയമില്ല. ശരി, ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഇപ്പോ 5 ജില്ലകളിൽ ക്ലീൻ സ്വീപ്പ് എന്ന് പറഞ്ഞാണ് ഈ 100 അസംബ്ലി മണ്ഡലങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള വിജയം പ്രഡിക്റ്റ് ചെയ്യുന്നത് UDF. അത് അഡ്വക്കേറ്റ് കെ സരൺകുമാർ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ, ഇടുക്കി ജില്ലയിൽ, എറണാകുളത്ത് ശരി കോൺഗ്രസിന്റെ കോട്ട എന്ന് പറയാം, പത്തനംതിട്ട നിങ്ങൾക്ക് ഒരു സീറ്റ് ഇല്ലാത്തടുത്ത്, അങ്ങനെ മുഴുവൻ ആ ജില്ലകളിൽ മുഴുവനും കംപ്ലീറ്റ് സ്വീപ്പ് ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്ന്? ഈ കണ്ണടച്ച് ഇരുട്ടാക്കുന്നവരോടൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ CPMനെയും പിണറായി വിജയനെയും കണ്ണടച്ച് സ്തുതി പാടുന്ന ഒരു സാഹചര്യം നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുഖം, എൻ്റെ ഫുൾ ഫിഗർ എന്നുള്ള നിലയ്ക്ക് കേരളം മുഴുവൻ ഫ്ലെക്സ് വെച്ച് പകരം വയ്ക്കാൻ ഒരാളില്ല എന്നുള്ള നിലയ്ക്ക് CPMനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. പകരം പറയാൻ ഒരാളില്ല.
ഈ പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു പേര് പോലും പറയാൻ ധൈര്യപ്പെടില്ല. ആളില്ല എന്നതിലുപരിയായി പറയാൻ ധൈര്യപ്പെടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എക്സിറ്റ് പോളിൽ കെ ശൈലജയുടെ പേര് വന്നിട്ടുണ്ട്, പക്ഷേ അതാരും പറയുന്നില്ല. വളരെ ചെറിയ ശതമാനമാണ് കിട്ടിയിട്ടുള്ളത്. എന്നാലും അത് പറയാൻ തയ്യാറല്ല. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞിട്ട് ഉയർത്തിക്കാട്ടിയ ഒരു മാന്യ സ്ത്രീയാണ് കെ ശൈലജ, പക്ഷേ അവരുടെ പേരൊന്നും പറയാൻ ധൈര്യപ്പെടില്ല. അപ്പോൾ ഇത് ഒരു ഏകാധിപത്യ പ്രവണതയുള്ള ഒരു ഭരണമായിരുന്നു. പിന്നെ അഴിമതിയുടെ കാര്യത്തിൽ ഇത് എന്തൊരു തൊലിക്കെട്ടിയാണെന്ന് ആലോചിക്കുന്ന അരുൺകുമാറിന് ഇങ്ങനെ വന്നിരുന്ന് പറയാൻ. അഴിമതി നടത്തിയ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വരെ അഴിമതിയല്ലായിരുന്നു അരുൺകുമാർ? മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിയുടെ അഴിമതി കഥകളല്ലേ ഈ കേരളം മുഴുവൻ കേട്ടുകൊണ്ടിരുന്നത്? ഇത് കേന്ദ്ര ഗവൺമെന്റുമായി സെറ്റിൽമെന്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ, BJP-യുമായി ഒരു ഡീൽ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ, BJP-യുമായി സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ അഴിമതികളും ഇന്ന് ED അന്വേഷിക്കുമായിരുന്നല്ലോ. EDയും ഇത് അന്വേഷണമെല്ലാം പകുതിക്ക് വെച്ച് നിൽക്കുകയല്ലേ? മുഖ്യമന്ത്രിയുടെ മകളുടെ മറ്റുള്ള അഴിമതി കഥകളെല്ലാം പകുതിക്ക് വെച്ച് നിൽക്കുകയല്ലേ? സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെ അവിടെ നിൽക്കുകയല്ലേ? ലൈഫ് മിഷന്റെ എന്തായി? ലൈഫ് മിഷൻ അഴിമതി എന്തായി? അപ്പോൾ അഴിമതി ഇല്ല എന്നൊക്കെ കേരളത്തിലെ ജനങ്ങളോട് പറയരുത്. അത് പൂർണ്ണമായി ഇപ്പോൾ ഇവിടെ ഇരുന്ന് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അഴിമതിയുടെ മുഖമായിരുന്നു പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്ന് പറയുന്നത്, LDFന്റെ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഇതിൻ്റെ അകത്തുള്ള ഉദ്യോഗസ്ഥരുൾപ്പെടെ IAS ഉദ്യോഗസ്ഥരുൾപ്പെടെ വന്ന് പുറത്തു പറയുക. കാര്യം ഇപ്പം അവർക്ക് ധൈര്യമുണ്ട് പറയാൻ. കാരണം എന്താ? ഇനി അദ്ദേഹത്തിന് ശേഷം ഇനിയും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇനി ഉണ്ടാവില്ല, CPM ഇനിയും ഭരണത്തിലേക്ക് കയറില്ല എന്ന് 100% ഉറപ്പായതുകൊണ്ട് ധൈര്യസമേതം അവരൊക്കെ വന്ന് പുറത്തു പറയുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കോൺഫിഡൻസിന്റെ കാര്യം എന്താണ്? UDFന്റെ കോൺഫിഡൻസിന്റെ കാര്യം നമുക്കറിയാമല്ലോ. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ, സാധാരണ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറയാറുണ്ട്, കോൺഗ്രസ്സുകാർ തന്നെ പറയാറുണ്ട്, CPM-നായിരിക്കും മിക്കവാറും ഒരു മേൽക്കൈ കിട്ടുന്നത് താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ തന്നെ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇവിടെ എന്താ? ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ CPM-ന് വലിയ അടിയാണ് ലഭിച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഇവരുടെ കയ്യിലിരുന്ന കോർപ്പറേഷനല്ലേ? ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയറെ അവതരിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു മേയർ ഉണ്ടായിരുന്നല്ലോ, അവരെ വീണ്ടും മത്സരിപ്പിക്കാൻ പോലും തയ്യാറാകാതെ BJP-യുമായി സെറ്റിൽ ചെയ്യലായിരുന്നു. അതുകൊണ്ടല്ലേ ഇവരുടെ ഭരണം പോയത്? അതുകൊണ്ടല്ലേ BJP തിരുവനന്തപുരം നഗരസഭയിൽ ഇത്ര ഒരു സ്വീപ്പിംഗ് മജോറിറ്റി കിട്ടാനുണ്ടായ കാരണം? ഞങ്ങളിപ്പോ പറയുന്നത് പല മണ്ഡലങ്ങളും ഞങ്ങളുടെ കോൺഫിഡൻസിന്റെ അങ്ങനല്ല മാധു, അങ്ങനെയൊന്നും മിസ്ഇന്റർപ്രറ്റ് ചെയ്യല്ലേ. അവര് മേയറായിരുന്ന ഒരാളെ രണ്ടാമത് മത്സരിപ്പിച്ചില്ല എന്നുള്ളതല്ല, ഒരു അസംബ്ലി സീറ്റ് പോലും കൊടുത്തില്ല. ഇവര് വലിയ കാര്യമായിട്ടൊക്കെ വലിയ മഹത്വവൽക്കരിച്ച് പറഞ്ഞിരുന്നതാണല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ കോർപ്പറേഷൻ തിരുവനന്തപുരം നഗരസഭ ഇവർക്ക് എങ്ങനെ നഷ്ടമായി? അത് BJP-യുമായിട്ടുണ്ടായ സെറ്റിൽമെന്റാണ്. ഇപ്പം നിയമത്തെക്കുറിച്ച് പറഞ്ഞു. നിയമം ഞങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ്. അവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി അവിടെ ജയിക്കും, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പറയുകയാണ്. പിന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി മത്സരിച്ച വീണ ജോർജ് മത്സരിച്ച ആറന്മുള, ഞങ്ങളുടെ അബിൻ വർക്കി അവിടെ ജയിക്കാൻ പോവുകയാണ്, ഒരു സംശയവും വേണ്ട. കാരണം കഴിഞ്ഞ 5 വർഷക്കാലത്തെ മന്ത്രി എന്നുള്ള നിലയ്ക്ക് ആരോഗ്യവകുപ്പിൽ ഉണ്ടായ കെടുകാര്യസ്ഥത, അപ്പോഴും അവിടെ മറ്റു മണ്ഡലങ്ങൾ കിടക്കുകയല്ലേ? പറയട്ടെ, ഇനിയുണ്ട് മന്ത്രി റിയാസ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാം സജി ചെറിയൻ. നമ്മളിപ്പോൾ വലിയ കോൺഫിഡൻസ് ആണെന്നുള്ള നിലയ്ക്ക് LDF പറയുന്ന സ്ഥലമായിരുന്നു ചെങ്ങന്നൂര്. പക്ഷെ അവിടെ വളരെ ടൈറ്റ് ഫൈറ്റ് കൊടുക്കാനാണ് കോൺഗ്രസിന് കഴിഞ്ഞത്. ഇവിടെയെല്ലാം ടൈറ്റ് ഫൈറ്റുകളുള്ള അങ്ങനെ പല, ശശീന്ദ്രൻ്റെ മണ്ഡലം, അങ്ങനെ എണ്ണിപ്പറഞ്ഞ നിരവധി മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട നിങ്ങളുടെ ഹെഡ്ലൈൻ തന്നെ അതാണല്ലോ, വൻമരങ്ങൾ വീഴുമോ എന്നുള്ളതാണല്ലോ. വൻമരങ്ങൾ വീഴാൻ പോവുകയാണ്. മന്ത്രിമാരുൾപ്പെടെ ആ വൻമരങ്ങളുടെ കൂട്ടത്തിൽ പേരാവൂരും അതിനൊപ്പം പറവൂരും ഒക്കെ ഭരണപക്ഷം പറയുന്ന ഇടങ്ങളും കിടക്കുന്നുണ്ട്. പിന്നെ അങ്ങ് പറഞ്ഞ പോലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ ശൈലജയ്ക്ക് വോട്ട് ചെയ്തവരുമുണ്ട്. അത് കുറവാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അത്രയൊക്കെ KC വേണുഗോപാലിനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അതേ എക്സിറ്റ് പോളിന്റെ ഫലമായിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചവരുള്ളൂ. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കും VD സതീഷിനുമൊക്കെയാണ് അതിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. UDFന്റെ പാറ്റേണിൽ തന്നെ 4% നിങ്ങൾക്ക് UDFന്റെ കളത്തിലധികമാണെങ്കിലും അല്ല മാധു, അതിൻ്റെ അകത്ത് ഈ മുഖ്യമന്ത്രി ചർച്ച ആരാ തുടങ്ങിയത്? മുഖ്യമന്ത്രി ചർച്ച കോൺഗ്രസ്സുകാരൊന്നും അല്ല തുടങ്ങിയത്. ഇവിടെ തുടങ്ങിയത് മാധ്യമങ്ങളാണ്. അതിനകത്ത് മാധുവിന് അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ല. മുഹമ്മദ് ഷിയാസ് എറണാകുളത്ത് മുഖ്യമന്ത്രി വേണം എന്ന തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ പറഞ്ഞെടുത്ത് വെച്ചാണ് ഈ ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറിപ്പിടിക്കലുകളൊക്കെ ഉണ്ടായത്. ദീപ്തി മേരി വർഗീസ്, അത് തർക്കമൊന്നുമില്ല, അങ്ങനെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ദീപ്തി മേരി വർഗീസ് മാധ്യമങ്ങളോട് പറഞ്ഞില്ലേ മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന് ചർച്ച തുടങ്ങി.
എറണാകുളത്ത് നിന്ന് വേണമെന്ന് മുഹമ്മദ് ഷിയാസ് പറഞ്ഞതിനെ ദീപ്തി മേരി വർഗീസ് തള്ളി പറഞ്ഞില്ലേ? ചർച്ച തുടങ്ങിയതിന് ശേഷമാണ് അല്ല ചർച്ച തുടങ്ങിയതിന് ശേഷമാണ് അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയത്. അതാകെ കേരളത്തിൽ ഒരേ ഒരാളെ അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് നടത്തിയുള്ളൂ. മറ്റൊരാളും അത്ര ഗൗരവമായി. പിന്നീട് മാധ്യമങ്ങൾ ചെന്ന് ചോദിക്കുകയായിരുന്നു, പലരോടും ചെന്ന് ചോദിക്കുന്നു. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ തീരുമാനിക്കേണ്ടത്, CPM-ന്റെ LDF-ന്റെ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കണമല്ലോ. അതെന്താ ചോദിക്കാത്തതെന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഇപ്പം ഒരു നേതാവ് ചുരുക്കി കാണിക്കാൻ പറ്റുന്ന ഒരാളല്ല മുഹമ്മദ് ഷിയാസ്. എറണാകുളത്തെ DCC പ്രസിഡന്റാണ്, VD സതീശന്റെ ഏറ്റവും പ്രിയപ്പെട്ട അനുയായി എന്ന നിലയ്ക്ക് പറയാൻ കഴിയുന്ന ഒരാളാണ്. മുഹമ്മദ് ഷിയാസിന് അറിഞ്ഞുകൂടെ അങ്ങനെ ഒരു കാര്യം പറയാൻ പാടില്ല എന്ന്? എം ലിജു അപ്പോൾ ആ സമയത്ത് തന്നെ, എം ലിജു ആണെങ്കിൽ യാതൊരു വിവാദത്തിലും പോയി തലവെക്കാത്ത ഒരാളാണ്. തൊട്ടടുത്ത നിമിഷത്തിൽ അദ്ദേഹം അത് തിരുത്തി പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പിന്നീട് എല്ലാവരും ഏറിയും കുറഞ്ഞും. ഇന്ന് പിന്നെ നേരത്തെ അങ്ങ് പറഞ്ഞല്ലോ എന്റെ തല എന്റെ ഫുൾ ഫിഗർ, പത്രത്തിൽ പരസ്യം ചെയ്തില്ലേ എന്റെ തല എന്റെ ഫുൾ ഫിഗർ? അങ്ങനൊന്നും അല്ല മാധു. പിന്നെ എങ്ങനെയാണ് അങ്ങനെയൊന്നും അല്ല. ഇതിന്റെ അകത്ത് ഞാൻ പറയാം, താങ്കൾ മിണ്ടാതിരുന്ന് കേക്ക് ഞാൻ പറയുന്നത് അപ്പൊ മനസ്സിലാവും. ചർച്ച തുടങ്ങിയത് മാധ്യമങ്ങളാണ്, ഒരു സംശയം വേണ്ട. നവമാധ്യമങ്ങളിലൂടെ ചർച്ച വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ കോലം പിടിച്ച ഓരോ ആളുകളോട് ചെന്ന് ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവില്ല. മൈക്ക് തട്ടിയിട്ട് പോകാനൊന്നും പറ്റില്ലല്ലോ, എന്തെങ്കിലും മറുപടി പറയണമല്ലോ. നിങ്ങളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണല്ലോ. മാധ്യമങ്ങൾ മുഴുവൻ കോൺഗ്രസ്സുകാരുടെ പുറകെ നടന്നുകൊണ്ട് ആരാണ് മുഖ്യമന്ത്രി എന്ന് ചോദിച്ചതിൽ സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെ മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും UDF-നാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലല്ലോ. ദീപ്തി മേരി വർഗീസ് വളരെ പക്വതയോട് കൂടിയാണ് പറയുന്നത്. പക്ഷെ മാധ്യമങ്ങൾ കോലം കൊണ്ട് പോയിട്ടല്ലോ ഫേസ്ബുക്കിൽ കെ സുധാകരൻ പോസ്റ്റ് ഇട്ടത്. മാധ്യമങ്ങളുടെ കോലം കണ്ടിട്ടാണോ? അല്ലല്ലോ, കെ സുധാകരൻ പോസ്റ്റ് ഇട്ടത് മാധ്യമങ്ങൾ തന്നെയാണ് ചോദിച്ചത്. അല്ലല്ല, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന എങ്ങനെ മാധ്യമങ്ങളുടെ ചോദ്യം വരുന്നത്? ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന എങ്ങനെ അതിൽ വരിക? അതിന് മുമ്പ് തന്നെ പലരോടും ചോദ്യം ചോദിച്ചു. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു ഒറ്റപ്പെട്ട സംഭവം എന്താ? മുഹമ്മദ് ഷിയാസ് പറഞ്ഞു എന്നുള്ളതാ പറഞ്ഞത്. മുഹമ്മദ് ഷിയാസ് ആവേശഭരിതനായി അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ പിന്നീട് അങ്ങനെ ഒരു ചർച്ച ഉണ്ടാകുമോ, അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമോ? ഇതെല്ലാം തീരുമാനിക്കുന്നത് AICC-യാണ്. ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരും, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ ഉൾപ്പെടെ മുഴുവൻ നേതാക്കന്മാരും പറഞ്ഞു ഇത് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്, AICC-ആണ് തീരുമാനിക്കുന്നത്. ചർച്ചയുടെ ആവശ്യമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ല, അതാന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചോദിച്ചപ്പോൾ പലരും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ആ അഭിപ്രായത്തിന്റെ ഭാഗമായി നവമാധ്യമങ്ങളിലൂടെ എന്താണെങ്കിലും കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഞാൻ അത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചോദിച്ചതിന് മറുപടിയായിട്ട് പലരും പ്രതികരിച്ചിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ CPM-ഉം കോൺഗ്രസും തമ്മിൽ പ്രധാനമായ ഒരു വ്യത്യാസമുണ്ട്. ഇവരെ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ഒരു ഇരിപ്പുണ്ടല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അല്ലാതെ ഞങ്ങളെ ആരും ഭീഷണിപ്പെടുത്താറുമില്ല. ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുരുട്ടി കാണിക്കാറുമില്ല. ഇവിടെ ഒരു ഏകാധിപത്യ പ്രവണത അതിലൊക്കെ വളരെ പ്രകടമായി ഇരട്ടത്താപ്പുണ്ട്. കാരണം ആ അഭിപ്രായ പ്രകടനങ്ങൾ പാടില്ല എന്ന് KPCC പ്രസിഡന്റ് നിർദ്ദേശം നൽകുകയും അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ KPCC നടപടിയെടുത്തും തുടങ്ങിയപ്പോഴാണ് നിങ്ങൾ ഈ പറയുന്നത് ഇനിയും അവിടെ ജനാധിപത്യം അവശേഷിക്കുന്നുണ്ടെന്ന്. ശരി, ആയിക്കോട്ടെ, ഒരിടവേള. KPCC ഒരു നടപടി അല്ലല്ല, അങ്ങനൊന്നും പറയല്ലേ. അങ്ങനൊന്നും മാധു അങ്ങനെ പറയാൻ പാടില്ല. ശരി, പറയൂ. ആർക്കെതിരെ നടപടി? അല്ല, അങ്ങനെയാണെങ്കിൽ ഈ രമേശ് ചെന്നിത്തലയുടെ പരസ്യത്തിന്റെ പേരിൽ തിരുവനന്തപുരത്ത് KPCC ജനറൽ സെക്രട്ടറിക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തല്ലോ. അല്ല, KPCC ഒരു ജനറൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിരവധി പ്രവർത്തകർ, ഒരു പ്രവർത്തകരല്ല, നിരവധി പ്രവർത്തകർ, നിരവധി നേതാക്കൾ നല്ലതാണ് എന്ന് പറഞ്ഞ് പോസ്റ്റുകൾ ഇടുകയോ അഭിപ്രായം പറയുകയോ ചെയ്തിട്ടുള്ളത് പ്രവർത്തകരാണ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ പ്രവർത്തകർ അഭിപ്രായം പറഞ്ഞപ്പോഴാണ് ഒരാൾക്കെതിരെയും ഒരു നടപടിയും ഈ നിമിഷം വരെ എടുത്തിട്ടില്ല. എന്റെ അറിവിലില്ല. ഞാൻ KPCC ജനറൽ സെക്രട്ടറിയാണ്. പറയട്ടെ, അഭിപ്രായം പറയുമ്പോൾ മാധു അതിനൊരു പരിധി വേണം എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം. അഭിപ്രായങ്ങൾ പറയാം. അഭിപ്രായം പറയാൻ CPM-നെ പോലെയല്ല. ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ അഭിപ്രായം വേണ്ടതില്ല എന്ന് KPCC പറഞ്ഞപ്പോഴാണ് അഭിപ്രായം പറയാമെന്ന് നിങ്ങൾ പറയുന്നത്. ഇതിൽ പരസ്യ അഭിപ്രായം വേണ്ട എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞു. ഇതിൽ പരസ്യ അഭിപ്രായം വേണ്ട എന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ഇതിൽ പരസ്യ അഭിപ്രായം വേണ്ട എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അങ്ങനെ പരസ്യമായി പത്രപരസ്യം കൊടുത്തതിന് KPCC ജനറൽ സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ചു. ഇപ്പോഴും നിങ്ങൾ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയാൻ?
ഓക്കെ, ഞാൻ ഒരു ഇടവേള എടുത്തോട്ടെ, തിരിച്ചു വരാം. ഇടവേള. KPC ജനറൽ സെക്രട്ടറി ഒന്നും ചോദിച്ചിട്ടില്ല, KPC ജനറൽ സെക്രട്ടറിയോട് ചോദിച്ചിട്ടില്ല. അല്ല, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് പറഞ്ഞു ഞാൻ വരാം ശ്രീമതി ദീപ്തി മേരി. സോറി, AK രാജ. സാധാരണ ഇപ്പൊ നോക്കൂ, ഒരു 10-15 വർഷത്തെ രാഷ്ട്രീയ ചരിത്രം എടുത്താൽ പോലും കേരളത്തിലെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നേ. ശരി, ശ്രീമതി ദീപ്തി മേരി പെട്ടെന്ന് വേണേ പറയൂ. ഹലോ, പറയൂ. കട്ടായി പോയോ? അല്ല, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. യഥാർത്ഥത്തില് ഈ പറയുന്ന ഇതേപോലെ താങ്കൾ പലരുടെയും പേരുകളൊക്കെ എടുത്ത് ചോദിച്ചല്ലോ. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി ചർച്ച എന്ന് പറയുന്നത് മാധ്യമങ്ങളാണ് തുടങ്ങിയത് എന്നുള്ളത് ഒരു വശത്ത്. അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം പറയട്ടെ. ഈ അസസ്മെന്റിന്റെ കാര്യം ഇവിടെ അരുൺകുമാർ പറഞ്ഞല്ലോ, പാർട്ടിയുടെ അസസ്മെന്റ് എന്ന് പറഞ്ഞല്ലോ. ഈ പാർട്ടിയുടെ അസസ്മെന്റ് അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ അമ്പലപ്പുഴയിൽ ഒരു ചാനൽ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അമ്പലപ്പുഴയിലെ അസസ്മെന്റ് അനുസരിച്ച് 6000 വോട്ട് പിന്നിലാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വടകരയിൽ പണ്ട് അസസ്മെന്റ് നടത്തി ഇതുപോലെ തന്നെ 7000 വോട്ട് എന്തോ ആയിട്ട് ശൈലജ ജയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ CPM-ന്റെ അസസ്മെന്റ് വെച്ചിട്ടാണ് അരുൺകുമാർ ഇവിടെ സംസാരിച്ചത്. ആ അസസ്മെന്റ് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, പ്രോഗ്രസ് റിപ്പോർട്ട്. ക്ലാരിഫൈ ചെയ്യാൻ ഒരു അവസരം കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങിലേക്ക് വീണ്ടും വന്നത്. അങ്ങനെ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ അല്ലെങ്കിൽ അവസാനം എനിക്ക് സമയം തന്നാൽ മതി. ഞാൻ ശ്രമിക്കാം. ശ്രീമതി ദീപ്തി മേരി വർഗീസ്. ശ്രീ AK രാജ, ഇപ്പൊ ഒരു 10-15 വർഷത്തെ രാഷ്ട്രീയ ചരിത്രം എടുക്കുകയാണെങ്കിൽ എപ്പോഴും എക്സിറ്റ് പോളുകൾ വരുന്ന സമയത്ത് 0 to 3, 0 to 4 എന്ന നിലയ്ക്ക് തന്നെയാണ്. ഇപ്പം 0 to 5 വരെ എന്ന നിലയ്ക്കാണ് BJP-യുടെ കളങ്ങൾ നിറയാറ്. സമാനമാണ് ഇത്തവണയും. ഈ 11 സീറ്റ് ചാണക്യ നൽകിയതിനപ്പുറത്തേക്ക് മറ്റെല്ലാ എക്സിറ്റ് പോളുകളും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ മാത്രമല്ല 13ലേക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വോട്ട് പെർസെന്റ് കുറഞ്ഞൊരു സാഹചര്യം കൂടിയുണ്ട്. കേരളത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഏറെക്കുറെ അസ്ഥാനത്താണോ? അല്ല, ഇതൊക്കെ പറയാനാണ് നേരത്തെ നമ്മൾ ചർച്ച തുടങ്ങിയത്. അപ്പോൾ ശ്രീമതി ദീപ്തിയുടെ ഭാഷ ഉപയോഗിച്ചാൽ അപ്പോൾ അത് മൈക്കും കൊണ്ടുപോയി, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ ആ കാര്യം പറയാം. ഞാൻ പറഞ്ഞു വന്നത്, അതായത് രണ്ട് മുന്നണികളുടെയും വോട്ട് ഏതാണ്ട് 35-70% പോകുമ്പോൾ ബാക്കിയുള്ള 30% വോട്ടേഴ്സ് നിർണായകമാകുന്ന ഒരു ശക്തമായ ത്രികോണ മത്സരം കേരളത്തിൽ ആകമാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞു BJP-ക്ക് കയറി വരാൻ പറ്റുന്നില്ല. അത് തന്നെയാണ് ഇപ്പം മാധവും ആവർത്തിച്ചത്. ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ജയിക്കുകയും അതുപോലെ തിരുവനന്തപുരം, ആറ്റിങ്ങൽ പോലുള്ള മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുകയും ആലപ്പുഴയൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. ഇതൊന്നും മാറ്റമായിട്ട് നിങ്ങൾ കാണുന്നില്ലേ? ഇനി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? സംസ്ഥാന തലത്തിൽ എടുക്കുമ്പോഴാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ആദ്യമായിട്ട് പിടിച്ച പാർട്ടി, CPM-ൽ നിന്ന് പിടിച്ചെടുത്ത, ഇടതുപക്ഷത്തിൽ നിന്ന് പിടിച്ചെടുത്ത പാർട്ടി NDA ആണ്, അല്ലെങ്കിൽ BJP ആണ് എന്ന് മാത്രമല്ല. ഇനി നിയമസഭാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ വോട്ടിംഗ് ശതമാനത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മൾ സംസ്ഥാന തലത്തിൽ എടുത്തു നോക്കി ഇതാണ് പിക്ചറെങ്കിലും പല ജില്ലകളിലും, ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തു നോക്കി, പല ജില്ലകളിലും 20-നൊക്കെ അപ്പുറത്തേക്ക് എത്രയോ ശതമാനം കൂടുതൽ വോട്ട് NDA-ക്ക് ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം നമുക്ക് സംശയമില്ലല്ലോ, അത് തന്നെയാണ് പാലക്കാട് അല്ലെങ്കിൽ തൃശ്ശൂർ, അങ്ങനെ പല ജില്ലകളിലും ആ രീതിയിലുള്ള, പത്തനംതിട്ട, അങ്ങനെയുള്ള ജില്ലകളിലൊക്കെ ഈ രീതിയിൽ വലിയ തോതിലുള്ള മാറ്റം വോട്ടിങ്ങിൽ NDA-ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ സംസ്ഥാന തലത്തിലുള്ള ഫിഗർ എടുത്ത് നോക്കിയാൽ പറ്റില്ല, കാരണം പല ജില്ലകളിലും ഈ രീതിയിലുള്ള ശക്തി NDA-ക്ക് ഇപ്പോൾ ഇല്ല. അപ്പോൾ മലപ്പുറം ജില്ലയിൽ നോക്കിയാൽ വളരെ ദുർബലമാണ്. അപ്പോൾ അങ്ങനെ ചില ജില്ലകളെ കൂടെ ചേർക്കുമ്പോഴാണ് ഈ മൊത്തത്തിലുള്ള ഈ ഫിഗർ വരുന്നത്. ലോക്സഭാ നിങ്ങൾ പറഞ്ഞതല്ല, സംസ്ഥാന വ്യാപകമായ പോൾ പേഴ്സന്റിനെ നിങ്ങൾ അന്ന് വലിയ തോതിൽ ഇവിടെ പ്രഘോഷണം ചെയ്തു. നിങ്ങളത് വലിയ അഭിമാനവും വളർച്ചയുമായി എടുത്തു കാണിച്ചു. അപ്പോൾ ഇത്തവണ കുറയുമ്പോൾ മാത്രം പക്ഷെ അതൊരു കണക്കല്ല, സംസ്ഥാന വ്യാപകമായ കണക്കല്ല പരിശോധിക്കേണ്ടത് എന്ന് പറയുന്നതിൽ ഒരു ഇരട്ടത്താപ്പുണ്ട്. ഒന്ന്, ചില്ലറ വോട്ട് പേഴ്സന്റ് അല്ല കുറഞ്ഞത്, ഒരു താപ്പുമില്ലെന്ന്. രഹസ്യമായിട്ടുള്ള സാധനം ഒന്നും പറയാനൊന്നുമല്ല ശ്രമിക്കുന്നത്. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കണക്കെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇതിനകത്ത് താപ്പിന്റെ കാര്യം ഇരട്ടത്താപ്പോ അല്ലെങ്കിൽ 3 താപ്പൊന്നും ഇതിനകത്തില്ല, ഒരു താഴ് പോലും ഇല്ല. ഇതൊരു തുറന്ന വസ്തുതയാണ്, നമുക്ക് ആർക്കും പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തവണ നമ്മൾ നോക്കിയാൽ ഈ പറയുന്ന എക്സിറ്റ് പോളുകളിൽ 2 അക്കത്തിലേക്ക് NDA-യുടെ സാധ്യതകൾ ഈ ഏജൻസികൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞു എക്സിറ്റ് പോളുകൾ നമ്മളെല്ലാം പറഞ്ഞത് അതിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതിനെ വിശ്വസിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഇപ്പം പലരും പറയുന്നു അതിനെ വിശ്വസിച്ചുകൊണ്ടാണ്, അതിനെ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ എനിക്ക് പറയായിരുന്നു 15 സീറ്റ് കിട്ടുമെന്ന് പറയായിരുന്നു. ആ എക്സിറ്റ് പോൾ പറയുന്നതിനെക്കാട്ടിലും കൂട്ടി കുറച്ചങ്ങ് പറയായിരുന്നു, 20 എന്ന് പറയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ പറയാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ രീതിയിലൊരു മുൻകൂർ ജാമ്യം ആദ്യമേ എടുത്തുകൊണ്ടാണ്. ആങ്കർ തന്നെ പറഞ്ഞു ഇതൊരു ഒരു നമ്പർ ഗെയിമാണ് എന്നൊക്കെ പറഞ്ഞു. ആ പശ്ചാത്തലത്തിലാണ് ചർച്ച എന്നുള്ളത് കൊണ്ടാണ്. അതേസമയം NDA സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യമുള്ള സാഹചര്യം എന്താണ്, അതിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തില്ല, അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസം ഇല്ലാത്ത പാർട്ടിയല്ല. പശ്ചിമ ബംഗാളിലെ എക്സിറ്റ് പോളുകളെ BJP 'സുസ്വാഗതം ചെയ്യുന്നുണ്ടല്ലോ.
അതിപ്പോ ദേശീയ തലത്തിൽ എൻ ഡി എ തോക്കുന്നില്ല, എക്സിറ്റ് പോളുകൾ പറഞ്ഞു കഴിഞ്ഞാണ് പറഞ്ഞത്. എൻ ഡി എ തോക്കുന്നായിരുന്നു പറഞ്ഞത്, തോറ്റോ? അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞില്ല, എൻ ഡി എ അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു, എക്സിറ്റ് പോളുകളെ കുറിച്ച്. അതിന് വീണ്ടും ചർച്ച ചെയ്യേണ്ട. ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ സാഹചര്യത്തിൽ കൂടുതൽ ജില്ലകളിൽ കൂടുതൽ വലിയ സാധ്യതകൾ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ ഡി എ പലപ്പോഴും പരാജയപ്പെടുന്നത് ക്രോസ് വോട്ടിങ്ങിലാണ്. അതായത് ഇപ്പോൾ ഇവിടെ ഇപ്പം ബി ജെ പിയും ലെഫ്റ്റുമായിട്ട് എന്താണ് തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ? അണ്ടർസ്റ്റാൻഡിംഗ് എവിടെയാ? എൻ ഡി എ എവിടെ ജയിക്കുമോ അവിടെ അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തുന്നത് കോൺഗ്രസ് ആണ്. എൽ ഡി എഫ് ആയിട്ട് അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയിട്ട് എൻ ഡി എ തോപ്പിക്കുകയാണ്. ഇനി ആ ഒരു സാധനത്തെയാണ് സത്യത്തിൽ എൻ ഡി എ ഒക്കെ കവർ ചെയ്യാനുള്ളത്. അതും കവർ ചെയ്യപ്പെടും ചില മണ്ഡലങ്ങൾ. ഉദാഹരണം പറഞ്ഞിട്ട് ഇപ്പോൾ ചാത്തന്നൂർ പോലുള്ള മണ്ഡലങ്ങളിൽ അതിനെയും കവർ ചെയ്യും ഈ തവണ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഹോംവർക്കാണ് എൻ ഡി എ ചെയ്തിട്ടുള്ളത്. അത് പല മണ്ഡലങ്ങളിൽ. ഇപ്പോൾ മഞ്ചേശ്വരം എടുത്താൽ, മഞ്ചേശ്വരത്ത് എന്തുകൊണ്ടാണ് ജയിക്കാത്തത്? വളരെ മുൻപ് കെ ജി മാരാർ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ മുന്നത്തെ തെരഞ്ഞെടുപ്പിൽ ശ്രീ സുരേന്ദ്രൻ തോറ്റത് 84 വോട്ടിനാണ്. അപ്പോൾ അവിടെ വലിയ തോതിലുള്ള ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട്. ആ ക്രോസ് വോട്ടിങ്ങിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ കഴക്കൂട്ടെടുത്താൽ അല്ലെങ്കിൽ നേമത്തെടുത്താൽ അവിടെയൊക്കെ ക്രോസ് വോട്ടിംഗ് കൊണ്ടാണ് തോറ്റത്. എന്നിട്ടും 4000 വോട്ടിനാണ് തോറ്റത്. പാലക്കാട് ഒരു ഇലക്ഷനിൽ തോറ്റത് 4000 വോട്ടിനാണ്. അപ്പോൾ ഈ അണ്ടർ കറൻസ് ഉണ്ടാകുന്നത് ലെഫ്റ്റും യു ഡി എഫും തമ്മിലാണ്. അല്ലാതെ അതിനകത്ത് ബി ജെ പിയെ വലിച്ചഴിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് ഒറ്റ മുന്നണി, ഒരു വശത്ത് ഒരു മുന്നണി, അതായത് എൽ ഡി എഫ് യു ഡി എഫും ചേർന്നിട്ടുള്ള കമ്പൈൻ, മറുവശത്ത് എൻ ഡി എ. ഈ രീതിയിൽ ഇലക്ഷനെ നേരിടുന്ന കുറെ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. സത്യത്തിൽ 3 മുന്നണികളില്ല. അവിടെയൊക്കെ 2 കക്ഷികൾ മാത്രം നിന്നിട്ടാണ് മത്സരിക്കുന്നത്. പല മണ്ഡലങ്ങളും നോക്കിയാൽ നമുക്ക് യു ഡി എഫും എൻ ഡി എയും തമ്മിലാണ്, അല്ലെങ്കിൽ എൻ ഡി എഫും എൻ ഡി എയും തമ്മിലാണ്. മറ്റേത് വെറുതെ ഒരു കാൻഡിഡേറ്റ് നിർത്തുകയാണ് അവർ. അവിടെ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിക്കുകയും CPM ജയിക്കുകയും ചെയ്തൊരു മണ്ഡലത്തിൽ എന്ത് ക്രോസ് വോട്ടിംഗ് നേമത്ത്? അല്ല, അവിടെ കെ മുരളീധരൻ പോയത് ജയന്റ് കിൽ എന്ന് പറഞ്ഞ് ജയിക്കാനല്ലേ? ജയിച്ചു അദ്ദേഹം. അതിന് മുന്നത്തെ ജയിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ ഒരു വോട്ടും എവിടെയും ക്രോസ് വോട്ടും ചെയ്യപ്പെട്ടിട്ടില്ല, എങ്ങോട്ടും പോയിട്ടുമില്ല. എന്റെ മാധു, ജയിക്കാനുള്ള വോട്ട് പിടിച്ചിട്ടേ കാര്യമുള്ളൂ. ജയിക്കാനുള്ള വോട്ട് പിടിച്ചാലാണ് അതാണ് ജയം. അതേ ഉള്ളൂ. അല്ലാതെ രണ്ട് പാർട്ടികൾക്ക് ജയിക്കാൻ കഴിയില്ലല്ലോ. ജയിക്കാനുള്ള വോട്ട്, ജയിക്കാനുള്ള വോട്ട് മൂന്നാമത്തെ സ്ഥാനാർത്ഥി പിടിക്കുന്നതാണ് ക്രോസ് വോട്ടിംഗ്. ആ അവകാശവാദം, അത്തരം അവകാശവാദം അത് കോൺഗ്രസ് കയ്യിൽ വെക്കട്ടെ. അങ്ങനെയല്ല. അതായത് അവിടെ എൻ ഡി എ ജയിക്കും എന്നുള്ള സാധ്യത വരുമ്പം എത്ര വോട്ടുകളെ മറിച്ചാൽ എൻ ഡി എ തോൽപ്പിക്കാം. അങ്ങനെ മറിച്ചിട്ടില്ലല്ലോ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം CPM വോട്ട് മറിച്ചിട്ടുണ്ടെങ്കിൽ CPM നേമത്ത് ജയിക്കില്ല. CPM നേമത്ത് ജയിച്ചു. കോൺഗ്രസ് വോട്ട് മറിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് ആ കാലത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടില്ല. കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി അവിടെ. അപ്പൊ പിന്നെ എങ്ങനെയാണ് ക്രോസ് വോട്ടിംഗ് ഉണ്ടാവുക? ഞാൻ ചോദിക്കട്ടെ, അതിന് മുന്നത്തെ തെരഞ്ഞെടുപ്പുമായിട്ട് കമ്പയർ ചെയ്തിട്ടല്ലേ കൂടി എന്ന് പറയുന്നത്? അതെ, അവിടെ ജയിക്കും പറഞ്ഞിട്ടല്ലേ പോയത്. അതിന് മുൻപത്തേത് ആണെങ്കിൽ ഒ രാജഗോപാൽ ജയിച്ചത് ക്രോസ് വോട്ടിംഗിലൂടെയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ ആണ് അങ്ങയുടെ തിയറി. അല്ല, അത് മാധു അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങയുടെ തിയറിയാണ് ഞാൻ സാധൂകരണം ചോദിച്ചത്, എന്റെ ആരോപണമല്ല. ക്രോസ് വോട്ടിംഗില് നിങ്ങൾ തോറ്റപ്പോൾ ക്രോസ് വോട്ടിംഗ് ഉണ്ടായത് അതിന് തൊട്ട് മുമ്പത്തെ വോട്ടുമായി താരതമ്യം ചെയ്തുകൊണ്ടാണല്ലേ എന്ന് ചോദിച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഒ രാജഗോപാൽ ജയിച്ചത് ക്രോസ് വോട്ടിംഗിലൂടെയാണ് എന്ന് പറയണം. അല്ല, ആ ചോദ്യം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ ആ ചോദ്യം ഇതുവരെ മാധ്യമങ്ങളിൽ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ആ ചോദ്യം കേട്ടത്. ആ ചോദ്യം കേട്ട ആ ചോദ്യത്തിന്റെ നേമത്തെ ഒരു ക്രോസ് വോട്ടിംഗ് ഉണ്ടായിട്ടാണ് BJPക്ക് സീറ്റ് പോയത് എന്നുള്ള ആരോപണം ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കാരണം കോൺഗ്രസ് ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിച്ച് CPM ജയിച്ചു. നിയമം മാത്രമല്ല, അങ്ങനെ നിയമം പറഞ്ഞത്. ശരി, വളരെ ശരി. ഒരു മിനിറ്റ്, ഞാൻ ശ്രീ ജേക്കബ് ജോർജിലേക്ക് പോയിട്ടെ. ശ്രീ ജേക്കബ് ജോർജ്, ഇത്തവണ പക്ഷേ ഈ പറയുന്ന ക്രോസ് വോട്ടിംഗിന് സാധ്യതയില്ല. കാരണം വലിയ രാഷ്ട്രീയ വൈര്യം CPM-നും കോൺഗ്രസിനും ഇടയിലുണ്ട്. ഡയറക്ട് ഫൈറ്റ് എന്ന നിലയ്ക്ക് CPM-ഉം കോൺഗ്രസും ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്ന സമയത്ത് ക്രോസ് വോട്ടിങ്ങിനുള്ള സാധ്യതയില്ല എന്നതല്ലേ യാഥാർത്ഥ്യം? ഒക്കെ NDA BJP ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് ആ മണ്ഡലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് ഇവിടെ UDF പ്രതിനിധി നൽകിയത്. ആയിക്കോട്ടെ, ശ്രീ ജേക്കബ് ജോർജ്. മധു, ഞാനേ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ദീപ്തി മേരി വർഗീസ് ചൂണ്ടിക്കാട്ടിയത് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത് എന്ന് പറയുന്നു. സാധാരണഗതിക്ക് ഐഡിയൽ സിറ്റുവേഷൻ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഒരു നാച്ചുറലായിട്ട് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുക എന്നുള്ളതാണ്. ജനങ്ങളുടെ അഭിലാഷമനുസരിച്ച് ഒരു മുഖ്യമന്ത്രി അത് കൃത്യമായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. അതിനകത്തൊരു താളപ്പിഴയുണ്ടായത് കെ കരുണാകരനെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി
ആധികാരികമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനെ താഴെയിറക്കിയപ്പോൾ എങ്ങനെയാണ് ഘടകകക്ഷികളുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി വളരെ ശ്രദ്ധാപൂർവം കളിച്ചു, പിന്നാമ്പുറം കളിച്ചു, ഘടകകക്ഷികളെ മുഴുക്കയും കൂട്ടുപിടിച്ചു. കോൺഗ്രസിന്റെ അകത്തെ ലെജിസ്ലേച്ചർ പാർട്ടി അതിന്റെ അകത്ത് മാറ്റം വരുത്തി. പി ജോർജ് ഉൾപ്പെടെയുള്ളവരെ അദ്ദേഹം ആന്റണി പക്ഷത്തേക്ക് കൊണ്ടുവന്നു. ഉത്തരത്തിൽവാദികളും ആന്റണി പക്ഷം കൂടി ചേർന്ന് ഒരു മുന്നണി അതിനകത്തുണ്ടാക്കി, ഒരു ശക്തമായ ഒരു നീക്കം നടത്തി. അത് രാഷ്ട്രീയം. ആ ഒരു പശ്ചാത്തലം ഒരുക്കിയിട്ടാണ് ഹൈക്കമാൻഡിനെ വിളിച്ചത്. അന്ന് ഞാൻ സജീവമായിട്ട് രാഷ്ട്രീയ റിപ്പോർട്ടിംഗ് നടത്തിയിരുന്നു. കോൺഗ്രസും ലീഗും എന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിരുന്നു. ആ സമയത്ത് ഞാൻ കെ കരുണാകരനെ, ലീഡറെ, മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൗസിൽ എല്ലാ ദിവസവും പോയി കാണുമായിരുന്നു. ഞങ്ങൾ തമ്മിൽ അത്ര വേറൊരു സൗഹൃദം ഉണ്ടായിരുന്നു. ആ ഒരു ദിവസം മധുവിന് അറിയാമത്, ഞാൻ കെ കരുണാകരനോട് ലീഡറെ, അദ്ദേഹത്തിന്റെ കിടക്കമുറിയിൽ വെച്ചാണ് ഞാൻ പറയുന്നത് രാത്രിയിലെ, ലീഡറെ അപകടമാണ്, മുന്നണി TM ജേക്കബിനെങ്കിലും കൂട്ടുപിടിക്കാൻ നോക്ക്, അല്ലെങ്കിൽ അപകടമാണ്, കാലിന്റെ അടിയിൽ നിന്ന് മണ്ണ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ ലീഡറോട് പറഞ്ഞു. പക്ഷേ അധികാരത്തിന്റെ ആ ഒരു സംതൃപ്തിയിൽ അദ്ദേഹം പറഞ്ഞത് എന്നോട്, എടോ താൻ ചുമ്മാതേ, എന്റെ കൂടെ PV ഉണ്ട്. PV എന്ന് പറഞ്ഞാൽ അന്നത്തെ ഹൈക്കമാൻഡ് നരസിംഹറാവു PV ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ഓർക്കണം ദീപ്തി മേരി വർഗീസ്. എന്നിട്ട് എന്ത് പറ്റി? PV നരസിംഹറാവു കരുണാകരനെ കൈവിട്ടു, അദ്ദേഹത്തിന് കസേരയെ നഷ്ടപ്പെട്ടു. അതാണ് കേരളത്തിൽ സംഭവിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിട്ട് ആ സംഭവം കിടപ്പുണ്ട്. അതുകൊണ്ട് ഹൈക്കമാൻഡിന്റെ പിന്തുണ ഉറപ്പിക്കാൻ തക്ക സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ നിലയ്ക്കുള്ളൊരു മുഖ്യമന്ത്രി ഉണ്ടാവും. ഇപ്പൊ തന്നെ നമുക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാം, നന്നായിട്ടറിയാം. അത് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് ഇടപെടണം. ആ ഇടപെടലിന് ഒരു പശ്ചാത്തല സൗകര്യം പെട്ടെന്ന് പറയാമോ, പെട്ടെന്ന് കൂടി ചേർക്കാമോ? അത് താങ്കൾ പറഞ്ഞത് ഒക്കെ ശരിയാണ്. അങ്ങനെ പല ചരിത്രങ്ങളും നമുക്ക് പറയാനുണ്ട്. ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. ആര് മുഖ്യമന്ത്രിയാണെങ്കിലും അത് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള മുഴുവൻ ആളുകളും അവരോടൊപ്പം നിൽക്കുന്ന ഒരു സംസ്കാരമാണ് കോൺഗ്രസിന്. അങ്ങനെ നിൽക്കുകയുള്ളൂ, ഇപ്പോഴും അങ്ങനെ നിൽക്കുകയുള്ളൂ. അതിനകത്തൊന്നും സംശയം വേണ്ട. ശരി, കെ സരൺകുമാർ പെട്ടെന്ന്. ഇവിടെ ഈ ക്രോസ് വോട്ട് തിയറി കണ്ടുപിടിച്ച വലത് നിരീക്ഷകൻ AK അനുരാജ് തന്നെ അത് തെളിയിക്കട്ടെ, അതിലേക്ക് കിടക്കുന്നില്ല. പിന്നെ ദീപ്തി മേരി വർഗീസ് കുറെ പറഞ്ഞു ഈ ചർച്ച മുഴുവൻ തുടങ്ങിയത് മാധ്യമങ്ങളാണെന്ന്. എറണാകുളത്ത് നിന്ന് മുഖ്യമന്ത്രി വേണമെന്ന് ഒരാൾ, ആലപ്പുഴയിൽ നിന്ന് മുഖ്യമന്ത്രി വേണമെന്ന് മറ്റൊരാൾ, ഡൽഹിയിൽ നിന്ന് മുഖ്യമന്ത്രി വേണമെന്ന് മറ്റൊരാൾ, ഇതൊന്നും വേണ്ട പുറത്തുനിന്ന് വേണമെന്ന് മറ്റൊരാൾ. ഇതൊക്കെ തുടങ്ങിയത് ആരാണ്? ഇതൊക്കെയാണ് ചർച്ച കൊഴുപ്പിച്ചത്. അങ്ങ് എന്നോട് ചോദിക്കുക, അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ നാണമില്ലെന്ന്. സുപ്രീം കോടതി ഓടിച്ച മാത്യു കുഴൽനാടൻ പോയി നിന്നത് ഈ ഇടുക്കിയിലാണ്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ 2 ദിവസം ആയിക്കോട്ടെ പറഞ്ഞോ. 2 ദിവസത്തോടെ നിങ്ങൾ അഭിപ്രായവും പറഞ്ഞോ, ചർച്ച ചെയ്തോ, മുഖ്യമന്ത്രി ആയിക്കോ. ഏത് 4-ാം തീയതി ഉച്ച വരെ അതിനെല്ലാം ഞങ്ങളുടെ പാർട്ടി എല്ലാ കാലത്തും അഭിപ്രായം പറയും. 2 ദിവസം അപ്പൊ നമുക്ക് നോക്കാം 4-ാം തീയതി. അതുവരെ ഇത്തരം രാഷ്ട്രീയ ചർച്ചകളും ഈ പറയുന്ന അവകാശവാദങ്ങളും ആത്മവിശ്വാസവും ഒക്കെ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാൻ. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. Debate with Madhu Saji.